ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. നമഃ സൂര്യായ സോമായ മംഗളായ ബുധായ ച ഗുരുശുക്രശനിഭ്യശ്ച രാഹവേ കേതവേ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോ യതഃ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനസ്തം നമാമി ഹരിം പരം. പ്രണാമോ ദുഃഖശമനസ്തം നമാമി ഹരിം പരം. പ്രണാമോ ദുഃഖശമനസ്തം നമാമി ഹരിം പരം. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അന്യഥാ ശരണം നാസ്തി തമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഈ വൈശാഖ മാസത്തില് നവഗ്രഹങ്ങളുടെ ഉത്സവ സമയത്ത് ഇങ്ങനെ ഒരു ഭക്തി പ്രഭാഷണം നടത്താനായിട്ട് ഒരു നിയോഗം എനിക്കുണ്ടായത് എൻ്റെ പൂർവ്വജന്മത്തിലെ പുണ്യം തന്നെയായിരുന്നു. കേൾക്കാനിരിക്കുന്ന നിങ്ങളും അതുപോലെ തന്നെയാണ്. കാരണം ഈ കലിയുഗത്തില് ഇതുപോലെയുള്ള സത്സംഗങ്ങൾ മാത്രമേ നമ്മളെ രക്ഷിക്കത്തുള്ളൂ. ഈ സംസാര സാഗരം നമ്മൾ നടന്ന്, അതായത് നീന്തി മറുകര എത്തണമെങ്കിൽ ഇതുപോലെയുള്ള സത്സംഗങ്ങൾ മാത്രമേ നമ്മളെ മുമ്പോട്ട് നയിക്കുള്ളൂ എന്ന് തന്നെയാണ്. ഇവിടെ ഇത് നവഗ്രഹങ്ങളുടെ ഉത്സവമാണ്. അപ്പൊ ഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് വേണം നമുക്ക് തുടങ്ങാനായിട്ട്. നവഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഗ്രഹങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതന്നെയാണ് നമ്മുടെ ജാതകത്തിന്റെ ഒരു പ്രസക്തി. ചെറിയ രീതിയിൽ ഒരു ജ്യോതിഷം ഇതിലൂടെ എനിക്ക് പറയേണ്ടി വരും. നവഗ്രഹങ്ങള് അതായത് കർമാർജിതം പൂർവഭവേ സദാതി തസ്യ പങ്ക്തിം സമഭിപ്യനക്തി എന്നാണ് ജാതകത്തെ കുറിച്ച് പറയുന്നത്. അതായത് പൂർവജന്മത്തില് നമ്മൾ എന്താണോ ചെയ്തത് അതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ ജാതകം എന്നാണ്. നമ്മൾ ജനിക്കുന്ന സമയത്ത് ആ ഗ്രഹങ്ങൾ അതാത് അവസ്ഥകളിൽ നിൽക്കുന്നുണ്ടാവും. ആ സമയത്തെ നമ്മൾ ജനിക്കുള്ളൂ. നമ്മുടെ പൂർവ്വജന്മത്തിന് അനുസൃതമായിട്ടുള്ള ജന്മേ നമുക്ക് ഈ ജന്മത്തിൽ കിട്ടുള്ളൂ തന്നെയാണ്. അപ്പോ നവഗ്രഹങ്ങൾ ഏറ്റവും പ്രധാന ദേവി തന്നെയാണ്. ദേവിയെ നമ്മള് ശിവനെയാണ് ദേവിയെ കുറിച്ച്, അത് ശിവനെയാണ് പ്രതിനിധീകരിക്കുന്നത് രവി എന്ന് പറഞ്ഞാൽ. ശിവഭഗവാനാണ്. രവിയാണ് കേന്ദ്രബിന്ദു. നമുക്കറിയാം രവിക്ക് ചുറ്റുമാണ് ഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. രവിയിൽ നിന്ന്, അതായത് ആ വെളിച്ചം, അവിടെ നിന്നുള്ള ഊർജ്ജമാണ് എല്ലാ ഗ്രഹങ്ങൾക്ക് വെളിച്ചം പകരുന്നത് സൂര്യൻ തന്നെയാണ്. സൂര്യനില്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല. ഒന്ന് ആലോചിച്ചു, പകലില്ല, രാത്രി മാത്രം ഉള്ളുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള അന്നം പോലും നമുക്ക് ലഭിക്കില്ല എന്നല്ല. സസ്യങ്ങളും മൃഗങ്ങളും നമുക്കൊക്കെ ആ സൂര്യപ്രകാശം വളരെ അത്യാവശ്യമാണ്. അപ്പൊ സൂര്യൻ തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഒരു ജാതകത്തില് സൂര്യന്റെ അവസ്ഥയ്ക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട് തന്നെയാണ്.
ആത്മകാരകനായിട്ടുള്ള ഗ്രഹമാണ് സൂര്യൻ. സൂര്യന് ബലം ഉണ്ടെങ്കിൽ ആത്മധൈര്യം കൂടുതലായിരിക്കും തന്നെയാണ് നമ്മൾ പറയുക. ഇനി മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ എന്ന് പറഞ്ഞിട്ടാണ് ജ്യോതിഷത്തിലെ ഹോരാശാസ്ത്രം തുടങ്ങുന്നത്. അതായത് ചന്ദ്രന് രൂപം നൽകുന്നത് വരെ സൂര്യനാണ്. അപ്പൊ സൂര്യനാണ് എല്ലാ ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കൊക്കെ വെളിച്ചം പകരുന്നത് തന്നെ സൂര്യനാണ്. ശിവഭഗവാനെ നമസ്കരിക്കണം. നമശിവായ സൂര്യന്റെ സ്തുതികള് ചൊല്ലി നവഗ്രഹങ്ങൾക്ക് ജാതകത്തിൽ സൂര്യന് ബലക്കുറവുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ശിവന് വഴിപാടുകൾ ചെയ്യാം. നവഗ്രഹ ക്ഷേത്രത്തിലെ രവിക്ക് പ്രത്യേകമായിട്ടുള്ള പൂജ ചെയ്യലൊക്കെയാണ് നമ്മൾ ചെയ്യുക. ഇനി ചന്ദ്രനെ ചിന്തിക്കുമ്പോഴോ, ചന്ദ്രൻ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയാണ് ചന്ദ്രനെ കൊണ്ട് നമ്മൾ ചിന്തിക്കാം. മാതൃകാരകനാണ്, അമ്മയെ ചിന്തിക്കും. പിന്നെ മനസ്സിന്റെ ഇച്ഛാശക്തി. നമുക്ക് എന്തൊക്കെ എഡ്യൂക്കേഷണൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും മനസ്സിനൊരു ഇച്ഛാശക്തി ഉണ്ടെങ്കിലേ നമ്മൾ വിചാരിച്ച് നമ്മൾ നേടിയെടുക്കുള്ളൂ. ആ ഇച്ഛാശക്തി നമുക്ക് തരുന്നത് ചന്ദ്രൻ തന്നെയാണ്. ഇപ്പൊ ചന്ദ്രന്റെ വിലക്കുറവനുസരിച്ച് ജീവിതത്തിൽ ഉയരാനുള്ള സാഹചര്യം നമുക്ക് കുറയും. കാരണം എന്തെങ്കിലും ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഒരു തീരുമാനം എടുക്കാനൊന്നും ഈ ചന്ദ്രന്റെ വിലക്കുറവ് കൊണ്ട് സാധിക്കില്ല. അമ്മയുടെ കാരകം കൂടിയാണ് ചന്ദ്രൻ. ഇനി അടുത്തൊരു ഗ്രഹം കുജനാണ്. കുജനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുജന്റെ ഉത്പത്തി എന്ന് പറയുന്നത്, ഒരിക്കൽ ശിവഭഗവാൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കണ്ണു തുറന്നോത്രേ. അപ്പോ നെറ്റിയിൽ നിന്നിട്ട് ഇങ്ങനെ വിയർപ്പ് തുള്ളികൾ താഴോട്ട് വീണു എന്നാണ്. ആ വിയർപ്പ് തുള്ളിയിൽ നിന്ന് അതായത് ശിവന്റെ അംശം തന്നെയാണ്. ആ അംശത്തിൽ നിന്നൊരു കുഞ്ഞുണ്ടായി. ഭൂമിദേവി ആ കുഞ്ഞിനെ സ്വന്തം പുത്രനെ പോലെ വളർത്തിയിട്ട്, അതാണ് കുജൻ, ഭൂമിപുത്രൻ എന്ന് നമ്മൾ പറയും. അപ്പോ ശിവന്റെ അംശത്തിൽ നിന്നുണ്ടായവനാണ്, ക്ഷിപ്രകോപിയാണ് കുജന്. കാരണം ജാതകത്തില് നമ്മൾ രണ്ടാം ഭാവം എന്ന് പറയും. രണ്ടാം ഭാവത്തിൽ കുജൻ നിന്ന് കഴിഞ്ഞാൽ സംസാരത്തിന് ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. അത് പെട്ടെന്ന് ദേഷ്യം വരും. അത് മാത്രമല്ല കുജന് വേറൊരു പ്രത്യേകതയുണ്ട്. നല്ല യൗവനം കൊടുക്കും. ചിലരെ കണ്ടാൽ നമുക്ക് പ്രായം തോന്നുകയെന്ന് പറയില്ല. അത് കുജന്റെ പ്രത്യേകതയാണ്. നല്ല യൗവനം കൊടുക്കും. എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളൊരു ധൈര്യം കൊടുക്കും. എല്ലാം സേനാനായകന്റെ ഒരു പദവിയാണ് കുജനുള്ളത്. ഒരു സേനാനായകൻ എങ്ങനെയായിരിക്കും, അത് തന്നെയാണ് കുജൻ. അതുമാത്രമല്ല പൊക്കം കുറവാത്രേ, വലിയ ഹൈറ്റൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ആ കുജൻ, നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാരെ കണ്ട ഒരു സ്ഥലത്തിന് വെറുതെ ഇരിക്കില്ല അല്ലെ, തുരുതുരാന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. അത് കുജൻ നല്ല ബലവാനായിട്ടുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെ ലഗ്നത്തിൽ കുജൻ നിൽക്കുക, ക്ഷതങ്ങളൊക്കെ തരും കുജൻ. അതാണ് കുജനെ കൊണ്ട് നമ്മൾ പറയാം. ഇനി ബുധനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരാൾക്ക് വിദ്യ കൊടുക്കുന്നത് ബുധനാണ്. ഒരാൾക്ക് ഒരു പാണ്ഡിത്യം ഉണ്ടാവോ, അയാൾ പഠിത്തത്തിലെ നല്ല ലെവലിൽ എത്തുമോ എന്നൊക്കെ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടാണ്. അതായത് സ്ഥൂലമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് സൂക്ഷ്മാവസ്ഥയിലേക്കും, വാക്കുകളിൽ നിന്ന് തത്വങ്ങളിലേക്കും, ഗണിതത്തിന് യുക്തിയായിട്ടൊക്കെ നിൽക്കുന്നത് ബുധൻ തന്നെയാണ്. ബുധൻ നല്ല പ്രബലനായിട്ടിരിക്കുന്ന ആൾക്കാർ ഗണിതത്തില് നല്ല മിടുക്കന്മാരായിരിക്കും. അതിനകത്ത് യാതൊരു സംശയവും. അപ്പൊ വിദ്യയുടെ കാരകനാണ് ബുധൻ. ജ്ഞാനം തരുന്നത് ബുധനാണ്. എഴുത്തിൽ മഷിയായിട്ടും വാക്കിൽ തത്വമായിട്ടും ഗണിതത്തിൽ യുക്തിയായിട്ടും ബുധനുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ തന്നെയാണ്. അപ്പൊ ബുധനെ നമ്മൾ പ്രസാദിപ്പിക്കേണ്ടതുണ്ട്. എല്ലാവരും പറഞ്ഞു, നവഗ്രഹങ്ങൾക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെതായിട്ടുള്ള സ്ഥാനം ഉള്ളത് തന്നെയാണ്. ഇനി ബുധന്റെ ഉത്പത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വലിയ കഥയാണ്. കാരണം ബുധൻ യുവരാജാവാണ് ജാതകത്തിൽ. യുവരാജാവിനെ കുറിച്ച് ബുധനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. കുറച്ച് ചാബല്യങ്ങൾക്കുള്ള ആളാണ് യുവരാജാവല്ലേ. അച്ഛനും അമ്മയും റാണിയും രാജാവൊക്കെയാണ് അങ്ങനെ ഒരു കുടുംബത്തിലെ ജനിച്ചത്. അപ്പൊ കുറച്ച് ചാബല്യങ്ങളുണ്ട്. ചന്ദ്രന് ഗുരുവിന്റെ പത്നിയായിട്ടുള്ള താരയിൽ ഒരു മോഹം ഉണ്ടായില്ലേ. ചന്ദ്രന്റെ പുത്രനാണ് ബുധൻ. അത് സ്വർഗലോകത്തിലെ ദേവലോകത്തിലെ കോളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രേമാന്നാ പറയുന്നത്. അപ്പൊ കാരണം ഗുരുപത്നിയാണ്, ഗുരുവിന്റെ പത്നിയാണ് താര. താരയോട് ചന്ദ്രന് ഒരു പ്രേമം ഉണ്ടായി. അപ്പൊ എല്ലാവരും ഇടപെട്ടു. നമ്മുടെ ഭൂമിയിലൊക്കെ നടക്കുന്ന പോലെ തന്നെ എല്ലാ ദേവന്മാരും ഇടപെട്ടു. ശുക്രമഹർഷി എല്ലാവരും ഇടപെട്ടു. അപ്പൊ എന്നിട്ട് ബ്രഹ്മാവ് ഇടപെട്ടു, ഒരു ഒത്തുതീർപ്പുണ്ടാക്കി. പക്ഷെ അത് കഴിഞ്ഞപ്പോ ഉടനെ തന്നെ ഈ താര ഗർഭിണിയായിട്ട്. അപ്പൊ വീണ്ടും അവിടെ പ്രശ്നമായി. ആരുടെയുള്ള മകൻ എന്നുള്ള രീതിയിൽ ഗുരുവും ചന്ദ്രനും കൂടെ പ്രശ്നമായി. അപ്പൊ അവസാനം മൗനം ഭഞ്ജിച്ചിട്ട് താര പറഞ്ഞു ചന്ദ്രന്റെയാണ് പുത്രൻ. അങ്ങനെ ഉണ്ടായ ഒരു പുത്രനാണ് ബുധൻ. അതന്നെയാണ് ചാപത്യത്തിന്റെ ഒരു കാരണം. അപ്പോ പക്ഷെ വിദ്യയുടെ കാരണമാണ്. എന്നാൽ ഈ ഗുരുവിന്റെ വിദ്യയൊക്കെ ഈ ബുധനെ
വിദ്യയൊക്കെ പഠിപ്പിച്ചത് ഗുരു തന്നെയാണ്, ബൃഹസ്പതി തന്നെയാണ് വിദ്യയൊക്കെ പഠിപ്പിച്ചത്. അപ്പോൾ അങ്ങനെയാണ് ബുധന്റെ ജനനം ഉത്പത്തി എന്ന് പറയുന്നത്. അപ്പൊ ജാതകത്തിൽ ബുധനും ഒരു പ്രത്യേക സ്ഥാനം ഉള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴമാണ്. ഗുരുവാണ്, ദേവന്മാരുടെ ഗുരുവാണ് ബൃഹസ്പതി. ആധ്യാത്മിക വിഷയങ്ങളിൽ ഒരു താല്പര്യം ജനിക്കണമെങ്കിൽ, വാക്കുകൾ നല്ല ഭംഗിയായിട്ട് ആത്മീയമായിട്ട് കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ, വേദാധ്യായനം ചെയ്യണമെങ്കിൽ, ആത്മീയമായിട്ടുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഉണർത്തണമെങ്കിൽ വ്യാഴത്തിന് ബലം ഉണ്ടാവണം തന്നെ. ആത്മീയ ജ്ഞാനം നമുക്ക് തരുന്നതാണ് ഗുരു. അതാണ് വ്യാഴം. വ്യാഴം രണ്ടില് വ്യാഴത്തിൽ നിന്ന് നന്നായിട്ട് വളരെ ഭംഗിയായിട്ട് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും. എല്ലാവർക്കും പ്രിയപ്പെട്ട സംസാരം ചെയ്യുന്നവരും ഗുരുസ്ഥാനത്തുള്ളവരൊക്കെ ആയിരിക്കും വ്യാഴം രണ്ടിൽ. അപ്പൊ വ്യാഴത്തിനും ജാതകത്തിന് വലിയ സ്ഥാനമുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ, വ്യാഴം അനിഷ്ടസ്ഥാനത്താണ്, വ്യാഴത്തിന് പരിഹാരം ചെയ്യണം, മഹാവിഷ്ണുവിന് പരിഹാരം ചെയ്യണമെന്നൊക്കെ നമ്മൾ പറയും. അതാണ് വ്യാഴം. ഇനി ശുക്രാചാര്യരെ കുറിച്ച് പറയുകയാണെങ്കിൽ, ശരീരത്തിന്റെ സൗന്ദര്യം, ഒരാളെ കണ്ടാൽ നല്ല ഭംഗിയുണ്ടെന്ന് വിചാരിക്കും, നല്ല മുടിയും നല്ല കണ്ണും നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ, അങ്കലാവണ്യൊക്കെ ഒരു സ്ത്രീ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു പുരുഷനെയൊക്കെ കാണുകയാണെങ്കിൽ ഉറപ്പാണ് അവരുടെ ജാതകത്തില് ശുക്രൻ നല്ല ബലമാണ്. ശരീര സൗന്ദര്യം, ലൗകികമായിട്ടുള്ള സുഖങ്ങളൊക്കെ തരുന്നത് ശുക്രനാണ്. അതും നമുക്ക് ജീവിതത്തിൽ ആവശ്യമുണ്ട്. സുഗന്ധദ്രവ്യങ്ങളോട് താല്പര്യം, ഏത് നേരവും നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ചിട്ട് മാത്രമേ നടക്കുള്ളൂ. അങ്ങനെയുള്ള ഒരു ഗ്രഹമാണ് ശുക്രൻ. പിന്നെ ശുക്രന്റെ ഈ വ്യാഴത്തിന്റെ ജനനം ഉത്പത്തി ഞാൻ പറഞ്ഞില്ല. വ്യാഴം ബ്രഹ്മാവിന്റെ മാനസപുത്രനായിട്ടുള്ള അങ്കിരസ് മഹർഷി, പ്രജാപതികളെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു. ആ പ്രജാപതി ഒരാളാണ് അങ്കിരസ മഹർഷിക്ക് വസുതയിൽ ഉണ്ടായ പുത്രനാണ് വ്യാഴം. വ്യാഴം ഭഗവാനെ, ശിവഭഗവാനെ ഭജിച്ചു. ശിവന്റെ അനുഗ്രഹം വ്യാഴത്തിന് കിട്ടി. അതുമാത്രമല്ല, വ്യാഴത്തിനെ ദേവന്മാരുടെ ഗുരുവായിട്ട് സ്ഥാനം കൊടുക്കുകയും ചെയ്തു. ഇനി ശുക്രാചാര്യരുടെ ജനനം, ഭൃഗു മഹർഷിക്ക് പുലോമയിൽ ജനിച്ച പുത്രനാണ് ശുക്രൻ. ഈ ലൗകിക സുഖങ്ങളോടാണ് താല്പര്യം, വാഹനം, വീട് ഒക്കെ വേണമെങ്കിൽ ശുക്രന് നല്ല ബലം ഉണ്ടാവണം ജാതകത്തില് തന്നെയാണ്. അപ്പോ ഒരു ദിവസം ഈ അച്ഛൻ, അതായത് ഭൃഗു മഹർഷി തപസ്സിന് പോയപ്പോ ശുക്രൻ കൂടെ ചെന്നത്രേ കാവലായിട്ട്. അപ്പൊ അച്ഛന്റെ തപസ് ഇങ്ങനെ നീണ്ടുപോയി കാലങ്ങളോളം. അപ്പോ ശുക്രൻ അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ആകാശത്തോട്ട് ഇങ്ങനെ നോക്കിയിരുന്നപ്പോ ഒരു അപ്സരസുന്ദരി ആകാശത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചപ്പോ അവരോട് മോഹൻ ജനിച്ചു ശുക്രൻ. എന്നിട്ട് ശരീരം അവിടെ ഉപേക്ഷിച്ച് മനസ്സ് അവരുടെ കൂടെ പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ അവരുടെ കൂടെ രമിച്ച് പുണ്യൊക്കെ തീർന്നപ്പോ വീണ്ടും ഭൂമിയില് ഒരു ബ്രാഹ്മണനായിട്ട് ജനിച്ചു, ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു. എല്ലാം ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഈ അപ്സര സ്ത്രീ ഒരു ദേവശാപം മൂലം ഒരു മാൻപേടയായിട്ട് ജനിച്ചു. അപ്പൊ ഈ മാൻപേടയെ കണ്ടപ്പോൾ വീണ്ടും ഇയാളുടെ പൂർവ്വജന്മത്തിലെ ഒരു താല്പര്യം അവിടെ വീണ്ടും ജനിച്ചു. അങ്ങനെ അവൾക്കൊരു പുത്രൻ ഉണ്ടായി എന്നാണ്. ആ പുത്രനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ബൃഹസ്പതി ശുക്രന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ധർമ്മങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിച്ചു. പുത്രനെ ചിന്തിച്ചിങ്ങനെ ജീവിച്ചു. അങ്ങനെ പാമ്പ് കടിച്ചു മരിച്ചു എന്നാണ് ആ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ശുക്രൻ. അതുമാത്രമല്ല, ഒരുപാട് ജന്മങ്ങൾ അയാൾ എടുത്തു. ഇങ്ങനെ ഓരോന്ന് ചെയ്യും. ഓരോ ജന്മങ്ങള് പക്ഷിയായിട്ടും മൃഗമായിട്ടും പാമ്പായിട്ടൊക്കെ അയാൾ ഇങ്ങനെ ജനിച്ചുകൊണ്ടിരുന്നു. വിദ്യാധരൻ ഒക്കെ ശുക്രൻ തന്നെയാണ് ജനിച്ചു. അങ്ങനെ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് ഭൃഗു മഹർഷി തപസ്സിൽ നിന്ന് കണ്ണു തുറക്കുന്നത്. കണ്ണു തുറന്നിട്ടല്ല, മകനെങ്ങനെ മുമ്പിൽ കണ്ടു, ഭൗതിക ശരീരം എങ്ങനെ മുമ്പിൽ കിടക്കുക. അതുമാത്രമല്ല, ആ ശരീരത്തില് കുറെ തവളകളും കുറെ പക്ഷികളൊക്കെ ഇങ്ങനെ കൂടുകൂട്ടി തവളകളൊക്കെ ഉള്ളത്. ഇത് കണ്ടപ്പോൾ വല്ലാതെ ദേഷ്യം വന്നിട്ട് കാലനെ ശപിക്കാനായിട്ട് പുറപ്പെട്ടു. എന്താ എന്റെ മകൻ ഇങ്ങനൊരു അവസ്ഥ വരുത്തിയത്? അപ്പൊ കാലം പറഞ്ഞത്ര എന്റെ തെറ്റല്ല, അയാളുടെ കർമ്മത്തിന്റെ ഫലം അയാൾ അനുഭവിച്ചത്. ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തപ്പോൾ അയാൾക്ക് പല പല ജന്മങ്ങൾ കിട്ടി. അതുകൊണ്ട് എന്റെ തെറ്റല്ല എന്ന് പറഞ്ഞിട്ട് കാലം തന്നെ ശുക്രന് പഴയ രൂപം ഉണ്ടാക്കി കൊടുത്തു എന്നാണ്, പഴയ രൂപത്തിലാക്കി എടുത്തു എന്നാണ്. അങ്ങനെയാണ് ശുക്രാചാര്യരുടെ കഥ. ശുക്രാചാര്യ അസുരഗുരുവാണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ശരീര സൗന്ദര്യം വേണമെങ്കിൽ, ശരീരത്തെക്കുറിച്ച് ചിന്ത വേണമെങ്കിൽ ഒക്കെ കവിത്വം, അഭിനയം, കലാപരമായിട്ടുള്ള കഴിവുകൾ, നാട്യം, നാടകം, കഥ, ഇതൊക്കെ ശുക്രന്റെ ഒരു പ്രബലത്വമാണ് അവിടെ കാണിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്തത് ശനിയാണ്. ശനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ന്യായാധിപന്റെ റോളാണ്. നമുക്ക് എല്ലാവർക്കും ശനി ഭയങ്കര പേടിയല്ലേ? ഏത് ശനി കണ്ടത് ശനി ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ന്യായാധിപന്റെ റോളാണ്. നേരെ പോകുന്ന ആളാണ്.
കാരണം എന്തെങ്കിലും തെറ്റ് ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ശനിയെ പേടിച്ചാൽ മതി. ഏഴശനി കാലത്തിന് ആരായാലും ശനി ശിക്ഷിക്കും, അല്ലാതെ ശനിയെ പേടിക്കുന്ന യാതൊരു കാര്യമില്ല. ശനി ഭഗവാൻ ഛായാദേവിക്ക് സൂര്യൻ ഉണ്ടായ പുത്രനാണ്, ജാനപുത്രനാണ്. അപ്പോ സൂര്യൻ എന്നും ശനിയോട് ദേഷ്യമായിരുന്നു. കാരണം ഈ കുട്ടി ഈ കുട്ടിയുടെ തെറ്റല്ല, ഛായാദേവിയിൽ സൂര്യൻ ഉണ്ടായ പുത്രനാണ്. പക്ഷെ അച്ഛനും മകനും തമ്മിൽ എപ്പോഴും ശത്രുതയാണ്. ശനിക്ക് വേറൊരു പ്രത്യേകതയും കൂടെ, മന്ദനാണ്, പതുക്കെ നടക്കുള്ളൂ. ഒറ്റ കുഴപ്പമുള്ളൂ, ജാതകത്തിൽ ശനി 7-ലൊക്കെ നിന്ന് കഴിഞ്ഞാൽ വിവാഹമൊക്കെ വളരെ വൈകും. എല്ലാ കാര്യങ്ങളും വളരെ പതുക്കെ കൊടുക്കുള്ളൂ. ശനിയെന്ന് മാത്രമേ നമുക്ക്, അല്ലാതെ നമ്മളെ ശിക്ഷിക്കണം. എപ്പോൾ ശനിദശ വന്നിട്ട് കണ്ട ശനിയാണ്, എനിക്ക് ഏഴ് ശനിയാണെന്നൊന്നും നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. ശാസ്താവിന് വഴിപാട് ചെയ്യാം, ഹനുമാന് വഴിപാട് ചെയ്യാം. ശനിക്ക് നീലാഞ്ജന സമാഭാസം അതൊക്കെ ജപിച്ച് നവഗ്രഹ സ്തോത്രങ്ങളൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ശനി യാതൊരു രീതിയിലും നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല. ഏറ്റവും പ്രധാനം എന്താണെന്നറിയോ? കാക്കയ്ക്ക് ചോറ് കൊടുക്കുക. എന്നും രാവിലെ കുളിച്ചിട്ട് കാക്കയ്ക്ക് ചോറ് കൊടുത്താൽ മതി. അതായത് ധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാം. ഈ ശനിയുടെ പ്രബലനായിട്ട് ആൾക്കാരാണ് ന്യായാധിപന്റെ റോളിലൊക്കെ എത്തുന്നത്. അതുമാത്രമല്ല സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ ശനി പ്രബലനായിട്ടുള്ളവർക്ക് എത്താൻ പറ്റും. ശനി നമ്മുടെ ജീവിതത്തില് 18 തവണ നമ്മൾ സ്ഫുടം ചെയ്യുന്ന പറയുന്നത്. അതായത് അങ്ങനെ സ്ഫുടം ചെയ്ത് നമ്മുടെയൊക്കെ ലക്ഷ്യം എന്താ? നിർഗുണരായി തീരുക. അതായത് ഭഗവാന്റെ പാതകളിൽ നമ്മൾ ലയിക്കണം. അതിന് നമ്മൾ ആ രീതിയിലൂടെ കടന്നുപോയാൽ മാത്രമേ ഇത് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മളെ 18 രീതിയിൽ സ്ഫുടം ചെയ്യും. എല്ലാം നമ്മളെ സഹിക്കാനായിട്ട് പഠിപ്പിക്കും. പക്ഷെ പെട്ടെന്നൊന്നും തരില്ല, തന്നാൽ തിരിച്ചെടുക്കില്ല. അതാണ് ശനി ഭഗവാൻ. അതുകൊണ്ട് ശനിയെ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഏഴരശനി കാലഘട്ടത്തിലൊക്കെ, കണ്ടകശനി കാലഘട്ടത്തിലൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എന്തെങ്കിലും കടബാധ്യതയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റുന്ന കടം മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ എന്നാണ്. താങ്ങാൻ പറ്റാത്തൊരു ലോഡ് എടുത്ത് അപ്പോൾ തലയിൽ വെക്കരുത്. അതുപോലെ അസമയങ്ങളിലെ യാത്രകൾ ഒഴിവാക്കുക, സാഹസികതകൾ ഒഴിവാക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ പറയാം. എന്തെങ്കിലും ദുഃഖങ്ങൾ നമുക്ക് തരും, ശരി, പക്ഷേ അതിൽ നിന്നും കരകയറാനുള്ള ഒരു മാർഗം കൂടെ കാണിച്ചു തരും തന്നെയാണ്. ഇനി രാഹുവേദികള് നമ്മൾ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ജാതകത്തിലെ 2 നോട്ട്സ് എന്നാണ് പറയുന്നത്, 2 ബിന്ദുക്കൾ എന്നാണ്. പക്ഷേ കഥകൾ പറയുന്നത് എന്താ? പാലാഴി മഥനം നടന്നില്ലേ? പാലാഴി മഥനം നടന്നപ്പോ മഹാവിഷ്ണു മോഹിനി രൂപം എടുത്തു, അല്ലേ? മോഹിനി രൂപം എടുത്തു. അസുരന്മാരൊക്കെ ഈ സൈഹികേയൻ എന്ന് പറഞ്ഞ അസുരൻ ഈ ധന്വന്തിരി മൂർത്തി പാലാഴിയും കൊണ്ട് ഇങ്ങനെ അവതരിച്ചപ്പോ തന്നെ ആ അമൃതന്റെ കുട എടുത്തുകൊണ്ട് ഇവർ ഓടിപ്പോയത്ര അസുരന്മാര്. എന്നിട്ട് ഒരു സ്ഥലത്തിരുന്ന് കഴിക്കാനായിട്ട് പുറപ്പെട്ടു. അപ്പോ മഹാവിഷ്ണു മോഹിനിയുടെ രൂപം എടുത്തിട്ട് അവരുടെ അടുത്ത് വന്ന് അവരെ മയക്കി ആ അമൃത് കഴിക്കലാക്കി ദേവന്മാർക്ക് കൊടുത്തു എന്നാണ് കഥ. അപ്പൊ ആ സമയത്ത് ഈ സൈഹികേയൻ എന്ന് പറഞ്ഞ സിംഹികയുടെ പുത്രനാണ്. അയാൾ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ രൂപം എടുത്തുകൊണ്ട് ഈ അമൃത് കഴിക്കാനായിട്ട് ദേവന്മാരുടെ ഇടയിൽ വന്നിരുന്നു. അയാൾ കുറച്ച് അമൃത് കഴിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇയാള് അസുരനാണ്. അപ്പൊ തന്നെ ഭഗവാൻ സുദർശന ചക്രം കൊണ്ട് അയാളുടെ ശിരസിൽ ഛേദിച്ചു എന്നാണ്. അപ്പോ അമൃത് കുറച്ച് ഇറങ്ങിപ്പോയിരുന്നു, കുറച്ച് തൊണ്ടയിലേക്ക് എത്തി. അപ്പോ തല വേറെ ഉടല് വേറെ, ജീവനുള്ളവരായി, മരണമില്ലല്ലോ അമൃത് കഴിച്ച. അങ്ങനെയാണ് രാഹുകേതുക്കൾ ഉണ്ടായി എന്നാണ്. അപ്പൊ രാഹുവിന് തല മാത്രമേ ഉള്ളൂ, കേതുവിന് ഉടല. അപ്പൊ രാഹുവിന് ഒരു പ്രത്യേകത എന്താ? രാഹു ഏത് ഗ്രഹങ്ങളുടെ കൂടെ കൂടിയാലും അവരുടെ സ്വഭാവം കാണിക്കും. പിന്നെ നമ്മുടെ മനസ്സിനെ കുറച്ച് മയക്കിപ്പിക്കും. ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു ചിന്തകളൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക ചിന്തകളായിരിക്കും രാഹു പോവുക. അപ്പൊ രാഹുവിന് വേണ്ട പരിഹാരങ്ങൾ നമ്മൾ ചെയ്യാൻ തന്നെയാണ്. കേതു തടസ്സങ്ങൾ കുറച്ചുണ്ടാക്കുമെങ്കിലും നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന ഗ്രഹം എന്താ? തലയില്ല, ശരീരബോധമൊന്നും ഉണ്ടാവില്ല. അപ്പൊ മോക്ഷത്തിലേക്ക് നടക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഗ്രഹമാണ് കേതു. ഇതാണ് നവഗ്രഹങ്ങളുടെ പ്രസക്തി എന്ന് പറയാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? എന്ത് വിശേഷം വീട്ടിലുണ്ടാവുകയാണെങ്കിലും വിവാഹാദി കാര്യങ്ങൾ, ഉപനയനം അല്ലെങ്കിൽ ഗൃഹപ്രവേശനമൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നവഗ്രഹത്തിനെ പൂജിക്കും. പിന്നെ പ്രത്യേകിച്ച് ജാതകത്തിന് ഏതെങ്കിലും ഗ്രഹങ്ങൾക്ക് ഒരു ദോഷം, ഗ്രഹപ്പിഴ ഉണ്ടെങ്കിൽ ആ അനിഷ്ട സ്ഥാനത്താണ് ഗ്രഹം നിൽക്കുന്നതെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെറുപ്പത്തിലേ നമ്മൾ ചെയ്തു വരാനാണ്. പിന്നെ നമ്മൾ ജപിക്കുന്നത് ഒക്കെ നമ്മുടെ മാർഗങ്ങളിൽ ഉള്ള തടസ്സങ്ങളെ ഒഴിവാക്കുന്നത് തന്നെയാണ്. ഇതാണ് നവഗ്രഹങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പ്രത്യേകത, ഒരു പ്രസക്തി എന്ന് പറയുന്നത് നവഗ്രഹത്തിലാണ്. അപ്പം ഈ നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാട് ചെയ്ത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യണം. ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്, ഗ്രഹങ്ങൾ കഴിച്ചു നിൽക്കുകയാണെങ്കിൽ, ഗ്രഹപീഠകളുള്ളപ്പോൾ ദേവിയുടെ മഹാത്മ്യം വായിച്ചാൽ മതി എന്നാണ്. അതാണ് ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമൊക്കെ ഈ ഗ്രഹപ്പിഴകളിൽ നിന്ന് നമ്മളെ മുമ്പോട്ട് നയിക്കും. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ മക്കളെ
ഒരു ആധ്യാത്മിക ചിന്തയിലേക്ക് പതുക്കെ വളർത്തിക്കൊണ്ടുവരാം. അപ്പോഴത്തേക്കും തലമുറ ഇപ്പം അങ്ങനെയാണ്. അതുകൊണ്ട് ചെറുപ്പത്തിലേയുള്ള ശീലം നമ്മൾ മറക്കില്ല. ചെറുപ്പത്തിലെ ഇത് ജപിക്കാനും നാരായണ നാമവും നമശിവായൊക്കെ ജപിക്കാനായിട്ട് നമ്മൾ പഠിപ്പിക്കുക തന്നെയാണ്. ഇതാണ് ഗ്രഹങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് ഞാൻ പങ്കുവെച്ചത്. ഇനി ശിവപുരാണത്തിലെ കുറച്ച് കഥകളാണ്. മഹാദേവന്റെ മുമ്പിൽ വെച്ച് മഹാദേവന്റെ കാൽക്കൽ പ്രണമിച്ചുകൊണ്ടാണ് സത്സംഗം തുടങ്ങേണ്ടത്. അതുപോലെ നവഗ്രഹങ്ങളെയും പ്രണമിച്ചുകൊണ്ട് നമുക്ക് ശിവപുരാണത്തിലേക്ക് പതുക്കെ കടക്കാം. നാരദ മഹർഷി എന്താ പറയാ, വിഷ്ണു ഭഗവാന്റെ ഭക്തനാണല്ലേ, വിഷ്ണുവിന്റെ ഭക്തനാണ്, പരമമായിട്ടുള്ള ഭക്തനാണ് വിഷ്ണുവിന്റെ. ഏത് സമയം നാരായണ നാരായണ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാ. അദ്ദേഹം ഒരിക്കൽ വിഷ്ണു ഭഗവാനെ ശപിച്ചു. എന്താ കാര്യം നമുക്ക് അറിയണ്ടേ? ഭഗവാനെ ശപിച്ചതിന് കാരണം ഉണ്ടാവും അല്ലെ? എല്ലാം ഭഗവാന്റെ മായ കൊണ്ട് തന്നെ സംഭവിക്കുന്നതാണ്. അപ്പോ ഈ നാരദ മഹർഷിയെ കുറിച്ച് പറയുമ്പോൾ നാരദ മഹർഷിയുടെ പൂർവ്വജന്മത്തെ കുറിച്ച് എനിക്കിവിടെ പറയേണ്ടി വരും. നാരദ മഹർഷി, അതായത് വ്യാസ മഹർഷി ഭാഗവതം എഴുതാനായിട്ട് നാരദരാണ് പ്രചോദനായത്. നാരദരെ ചതുശ്ലോകി ഭാഗവതം പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് തന്റെ പൂർവ്വജന്മത്തെ കുറിച്ചും കൂടെ പറഞ്ഞു. പൂർവ്വജന്മത്തില് നാരദൻ ഒരു ശൂദ്ര സ്ത്രീയിൽ ജനിച്ച ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ ഒരു വീട്ടുജോലി ചെയ്യുന്ന സമയത്ത് അമ്മ വീട്ടുജോലിയൊക്കെ ചെയ്യുന്ന ആ വീട്ടിലാണ് നാരദ മഹർഷി താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ഈ അമ്മയുടെ കൂടെയാണ്, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യമൊന്നുമില്ല, ഈ കുട്ടിക്കളിയൊന്നുമില്ല, എല്ലാം അമ്മയുടെ സഹായിക്കും. അങ്ങനെ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ദിവസം കുറെ ഭിക്ഷുക്കൾ അവിടെ വന്നിട്ടുണ്ട്, യോഗികൾ. അവര് വന്നു കഴിഞ്ഞപ്പോ അവര് സദാസമയം ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഈ കുട്ടിയുടെ മനസ്സിൽ അത് പതിഞ്ഞു എന്നാണ്. ഭഗവാന്റെ രൂപവും ഭഗവാന്റെ ലീലകളും കഥകളൊക്കെ ഈ കുട്ടിയുടെ മനസ്സിൽ പതിഞ്ഞു. അങ്ങനെ ഈ യോഗികളെ ഭിക്ഷുക്കളെ ഇയാൾ നന്നായിട്ട് ശുശ്രൂഷിച്ചു. കാരണം കുട്ടികളെയൊന്നുമില്ല, ഇവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ ഇവര് ഈ യോഗികൾ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് നാരദ മഹർഷിക്ക് ആത്മജ്ഞാനം ഉപദേശിച്ചു കൊടുത്തത്. ഭഗവാന്റെ ആ പരബ്രഹ്മൻ എന്താണ്, ആ ആത്മജ്ഞാനം ഈ കുട്ടിക്ക് ഉപദേശിച്ചു കൊടുത്തു. പിന്നെ ചിന്ത കൊള്ളുവാൻ ഭഗവാനെ കുറിച്ച് തന്നെയാണ്. സദാസമയം ഭഗവാന്റെ രൂപം ഇങ്ങനെ മനസ്സിലുണ്ടാവും. പക്ഷെ എന്താ, അമ്മയെ നോക്കണം, ഒറ്റ മകനെയുള്ളൂ, അമ്മയെ വിട്ടിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അമ്മയുടെ കൂടെ തന്നെ താമസിച്ചു. അങ്ങനെ ഒരു ദിവസം പാലെടുക്കാനായിട്ട് അമ്മ പോയപ്പോ അവരെ പാമ്പ് കഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ പക്ഷെ അമ്മയ്ക്ക് വേണ്ട കർമ്മങ്ങളൊക്കെ ഇത്രയും ചെയ്തു. അതിനുശേഷം മനസ്സിൽ ചിന്തിച്ചു, ഇപ്പൊ പ്രാരബ്ധമൊന്നും ഇല്ലല്ലോ, ഒരു പ്രാരബ്ധ കർമ്മമില്ല, ഇനി മരിച്ചാലും ഭഗവാന്റെ നാമങ്ങളിലൂടെ മാത്രമേ ജീവിക്കണം, വേറെ ഒന്നും ജീവിതത്തിൽ ലക്ഷ്യമില്ല എന്ന് പറഞ്ഞിട്ട് കാട്ടിൽ ചെന്നിട്ട് തപസ് ചെയ്യുന്നത്. ഭഗവാനെ ഇങ്ങനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കണ്ണടച്ച് ശ്രീഹരിയുടെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ആ കുട്ടി ഭഗവാനെ തപസ് ചെയ്തു. കഠിനമായുള്ള തപസ്സാണ് ചെയ്യുന്നത്. അപ്പോ ശ്രീഹരിയുടെ രൂപം മനസ്സിലിങ്ങനെ വന്നൂട്ടെ. ഭഗവാൻ ഒന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് ആ രൂപം അപ്പൊ തന്നെ മറന്നു. എന്നിട്ട് പറഞ്ഞു, ഈ ജന്മത്തില് ഇനി എന്നെ കാണാനുള്ള അർഹത നിനക്കില്ല, നിനക്ക് എന്തെങ്കിലും ഒരു അഭിലാഷം ഉണ്ടാക്കാനാണ് ഞാൻ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്, പക്ഷേ ഇനി എന്നെ കാണാൻ സാധിക്കില്ല. പക്ഷേ എന്നിൽ ഉറച്ച നിന്റെ ബുദ്ധി നീ നശിക്കില്ല. ഭഗവാൻ ഈ ബുദ്ധി ഉറച്ചിട്ടുണ്ട്. അപ്പോ വിഷമായി നാരദൻ, ഭഗവാൻ ഒന്നുകൂടെ കാണാൻ പറ്റില്ല, പക്ഷെ ഇനി ഈ ജന്മത്തിൽ എന്നെ കാണാൻ പറ്റില്ല, പക്ഷേ എന്നിൽ ഉറച്ച നിന്റെ ബുദ്ധി അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ജന്മത്തില് ഭഗവാന്റെ നാമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അറിഞ്ഞ് സഞ്ചരിച്ചോളൂ. അടുത്ത ജന്മത്തില് ദേവർഷിയായിട്ട് നിനക്കൊരു ജന്മം കിട്ടുന്നത് പോലെ. അങ്ങനെയാണ് നാരദന്റെ ജന്മം. ബ്രഹ്മാവിന്റെ പുത്രനായിട്ട് ജനിച്ചില്ല അടുത്ത ജന്മം. സദാസമയം നാരായണ നാരായണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് ഏഷ്യക്കാരനാണ് അല്ലേ, എവിടെ നോക്കിയാലും ഏഷ്യ അല്ലെ, എന്നാലേ നാരദനെ പോലെ ഒരാളാണ് നാരദന്റെ ജന്മം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ എന്താ നാരദൻ ചെയ്യുന്നത്? നാരായണ നാമം, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കലികാലത്തിലെ കൽമഷം നീങ്ങാനായിട്ട് ആ നാമം മാത്രമേ നമ്മൾ രക്ഷിക്കുള്ളൂ എന്ന്. അപ്പോ നാരദ മഹർഷി സദാസമയം ഈ ഏഷ്യനെ കുറിച്ചുമൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഏഷ്യയിലൂടെ അയാളുടെ ഗർവത്തെ ഇല്ലാതാക്കി ഭഗവാന്റെ പാദങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കുകയാണ് നാരായണൻ ചെയ്യുന്നത്, നാരദ മഹർഷി ചെയ്യുന്നത്. അതാണ് നാരദ മഹർഷിയുടെ പ്രത്യേകത. അങ്ങനെയുള്ള നാരദ മഹർഷി എന്തിനാണ് വിഷ്ണുവിനെ ശപിച്ചത് എന്നാണ്. ഇവിടെയാണ് ഒരു ഭഗവാന്റെ മായ. ശിവനാൽ മോഹിതനായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ബ്രഹ്മാവിന്റെ പുത്രനല്ലേ, എന്നാൽ പോലും തപസ് ചെയ്യാനായിട്ട് വീണ്ടും നാരദ മഹർഷി കാട്ടിലേക്ക് പോയി. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സകല ഇന്ദ്രിയങ്ങളെയും അടക്കിക്കൊണ്ട് കഠിനമായിട്ട് തപസ് ചെയ്തു.
ആൾക്കാരൊക്കെ തപസ് ചെയ്യുമ്പോൾ ഒരാൾക്ക് എപ്പോഴും പേടിയാണ്. അതാരാ? ആൾക്കാർ തപസ് ചെയ്ത് തുടങ്ങിയ എന്തിനായിട്ട് തപസ് ചെയ്യുന്നത്, എന്റെ പദവി ഇങ്ങനെ ഏറ്റെടുക്കാനാണ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഒരാൾക്ക് പേടി. അതാരാ? ഇന്ദ്രൻ. ഇന്ദ്രന് സ്വാഭാവികമായി എന്റെ പദവി പോവും, എന്റെ കസേര പോവും, അതാണ് പേടി. കാരണം എന്റെ പദവി, ദേവേന്ദ്ര പദവി പോവും. ഇങ്ങനെ എന്തിനാ അയാൾ തപസ് ചെയ്യുന്നത്? എന്നെ തപസ് ചെയ്ത് ശക്തി ആർജിച്ച് കഴിഞ്ഞാൽ എന്റെ പദവി പോകും എന്നുള്ള സങ്കടത്തോടുകൂടി ഇന്ദ്രൻ എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ട് കാമദേവനെ അയച്ചു നാരദന്റെ അടുത്ത്. കാമദേവൻ വിത്ത് ഫാമിലി എന്നാ പറയാ, പരിവാര സമേതം അവിടെ എത്തി. എല്ലാം പ്രയത്നിച്ചു നാരദന്റെ തപസ് കളക്കാനായിട്ട്, യാതൊരു രക്ഷയില്ല. നാരദ മഹർഷിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനൊരു കാരണമുണ്ട്. നാരദ മഹർഷി തപസ് ചെയ്ത് ഗംഗയുടെ തീരത്തില് ദിവ്യമായിട്ടുള്ള ആശ്രമത്തിലാണ്. ആ ആശ്രമത്തിന്റെ അവിടെ വെച്ചിട്ട് അത്രേ മഹാദേവൻ കാമദേവനെ അഗ്നിക്കിരയാക്കും, ഭസ്മമാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് കാമദേവനെ പ്രവേശിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ശിവൻ പറഞ്ഞിട്ടുള്ള കാമദേവൻ എന്റെ പ്രയത്നങ്ങളൊന്നും ആശ്രമത്തിനടുത്തൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ കാമദേവൻ ഒന്നും ചെയ്യാൻ പറ്റാതെ തിരിച്ചുപോയി. നാരദ മഹർഷി തപസ്സൊക്കെ കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോ കാമദേവനൊക്കെ നിഷ്ഫലാക്കിയിരിക്കുന്നു. അപ്പൊ വലിയ അഹങ്കാരമായി മനസ്സിലായി, എന്റെ തപസ്സിന്റെ ശക്തിയാ, കാമദേവന് പോലെ എന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ മഹാദേവന്റെ അടുത്തേക്ക് വന്നു. ശിവന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ തപസ് ചെയ്തു, കാമദേവൻ എന്നൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്റെ തപസ്സിന് അത്രമാത്രം ഫലമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ശിവൻ പറഞ്ഞു, ശിവനറിയാം എന്തുകൊണ്ടാണ് കാമദേവനെ ഓടിച്ചതെന്ന്. പക്ഷെ ശിവൻ പറഞ്ഞിട്ട്, എന്തായാലും ഇതൊക്കെ പറഞ്ഞ എന്നോട് പറഞ്ഞു, ഇനിയിപ്പോ ആരോടും പറയാൻ നിൽക്കണ്ട. കാരണം ഇനിയിപ്പോ ആരോടും പറയേണ്ട. കാരണം വിഷ്ണുവിനോടും, പ്രത്യേകിച്ച് നീ വിഷ്ണു ഭക്തനാണ്, വിഷ്ണുവിനോടും ബ്രഹ്മാവിനോടും നിന്നൊന്നും വിളമ്പാൻ നിൽക്കണ്ട, നിന്റെ തപസ്സിന്റെ ശക്തിയെ അംഗീകരിക്കുന്നു എന്നൊക്കെ മഹാദേവൻ പറഞ്ഞു. പക്ഷേ നാരദനല്ലേ ആള് നേരെ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആദ്യം ഇത് പറഞ്ഞു. കാരണം ഞാൻ എന്റെ തപസ്സിന്റെ ശക്തി കൊണ്ട് കാമദേവൻ പോയി, അതുകൊണ്ട് എന്താ പറയാ, എനിക്കൊരു ഞാൻ അത്ര എന്റെ ശക്തി അങ്ങനെയാണ്, എന്റെ അഹങ്കാരം, എന്റെ ഒരു ഞാൻ എന്നൊരു ഭാവത്തോടുകൂടെ എല്ലാം പറഞ്ഞു. അത് ചെയ്തിട്ട് നേരെ വിഷ്ണുവിന്റെ അടുത്തേക്ക് പോയി. വിഷ്ണുവിനോട് ഇതൊക്കെ പറഞ്ഞു. അപ്പോ മഹാദേവന്റെ വാക്കുകളെ ലംഘിച്ചു എന്നല്ലേ അവിടെ വന്നത്. മഹാദേവന്റെ മായയൊക്കെയാണത്. അപ്പോ വിഷ്ണുവിനോട് മഹാദേവൻ പറഞ്ഞു, ഇയാളുടെ ഈ ഗർഭിന് ഒരു ചെറിയ പാഠം നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞ് നാരദൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ആ വഴിയിൽ ഒരു വലിയ പട്ടണം രൂപപ്പെട്ടു. നല്ല സുന്ദരമായിട്ടൊരു പട്ടണം. അവിടെ രാജകൊട്ടാരുണ്ട്. ക്ഷീരനിധി എന്ന് പറഞ്ഞ രാജാവാണ് അവിടെ ഭരിക്കുന്നത്. അപ്പൊ അവിടെ ആ എന്താ പറയാ, സ്വർഗ സദൃശമായിട്ടുള്ള എല്ലാം സ്വർണം കൊണ്ടൊക്കെയുള്ള വലിയൊരു ഭംഗിയുടെ കൊട്ടാരം. നാരദൻ അതിന്റെ അകത്തേക്ക് ഇങ്ങനെ കയറി ചെന്നപ്പോ ക്ഷീരനിധി രാജാവിന് ഒരു പെൺകുട്ടിയുണ്ട്, ശ്രീമതി എന്നാണ് പേര്. ആ കുട്ടിയുടെ വിവാഹത്തിന് ആലോചിച്ചുകൊണ്ടിരിക്കുക. സ്വയംവരാണ് നടക്കുന്നത്. പണ്ടൊക്കെ അങ്ങനെയല്ലേ, സ്വയംവരത്തിന് എല്ലാ ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാരദ മഹർഷി ഈ കുട്ടിയെ നോക്കിയപ്പോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി. അതൊരു കാമം മനസ്സിൽ വന്നത്. അപ്പോ കാമദേവന് പോലും ചെയ്യാൻ പറ്റാത്തൊരു കാമാണ് ആ സമയത്ത് വന്നത്. എന്നിട്ട് ഇവിടെ ലക്ഷ്മി ദേവിയെ പോലെ ഇരിക്കുകയാണോ, അത്രയും അങ്കലാപം. എന്നിട്ട് രാജാവിനോട് പറഞ്ഞിട്ട്, അങ്ങയുടെ മകൾ ലക്ഷ്മി ദേവി തന്നെയാണ്, നല്ല അങ്കലാവണ്യം ഉണ്ടല്ലോ. അപ്പൊ മനസ്സിലൊരു മോഹം, ഈ കുട്ടിയെ ഒരു വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ മനസ്സിലുണ്ട്, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എന്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ ഈ കുട്ടി എന്റെ കഴുത്തിൽ മാല ചാർത്തില്ല, എന്റെ രൂപം വലിയ ഭംഗിയില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ ആലോചിച്ചിട്ട് നേരെ മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് പോയിട്ട് മഹാവിഷ്ണുവിന്റെ അടുത്ത് പോയിട്ട് ഭഗവാനോട് പറഞ്ഞു, ഇങ്ങനെ അവിടെ ഒരു കുട്ടിയില്ല, ശ്രീമതി എന്നാണ് പേര്, ഈ കുട്ടിയെ എനിക്ക് വിവാഹം കഴിക്കണം, എന്റെ മനസ്സിൽ വല്ലാണ്ട് മോഹമുണ്ട്. അപ്പോ അങ്ങൊരു കാര്യം ചെയ്യണം, അങ്ങയുടെ രൂപം എനിക്ക് തരണം, അങ്ങയുടെ രൂപം എനിക്ക് തന്നെ സഹായിക്കണം, ഈ കുട്ടിയെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. ഭഗവാൻ എന്താ ചെയ്തത്? രൂപം കൊടുത്തു, പക്ഷെ മുഖം വാനരന്റെ മുഖമാക്കി കൊടുക്കുന്നത്. ശരീരം കൊടുത്തു, പക്ഷെ മുഖത്തിനെ ഒരു കുരങ്ങന്റെ മുഖമാക്കി. ഇത് നാരദർ അറിയത്തില്ല. നാരദർ തിരിച്ച് ഇങ്ങോട്ട് അവിടെ വന്നിരുന്നു. ഇപ്പൊ എന്നെ വിവാഹം കഴിക്കും, കാരണം നല്ല സുന്ദരനാണല്ലോ, മഹാവിഷ്ണുവിന്റെ രൂപം വന്നിരിക്കും. എന്നിട്ട് വിഷ്ണു എന്ത് ചെയ്തു? ഒരു യുവരാജാവായിട്ട് രൂപം ധരിച്ചിട്ട് നല്ല സുന്ദരനായിട്ട് ആ സഭയിൽ വന്നിരിക്കുകയും. അപ്പോ ഈ പെൺകുട്ടി എന്നിട്ട് ഈ നാരദനെ വീക്ഷിക്കാനായിട്ട് രണ്ട് ശിവപാർഷദന്മാരും കൂടെ അവിടെ അടുത്ത് വന്നിരിക്കുന്നുണ്ടായിരുന്നു അത്ര. അപ്പൊ ഇവരൊക്കെ പരസ്പരം നാരദനെ നോക്കിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹം ഒന്നും അറിയുന്നില്ല. ഇപ്പൊ എന്റെ കഴുത്തിൽ മാല ചാർത്തുന്നെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി മാലയൊക്കെ വന്നപ്പോ ഇങ്ങനെ കഴുത്തൊക്കെ കാണിച്ചുകൊണ്ടിരുന്നായിരുന്നു. പക്ഷെ ആ കുട്ടി നാരദന്റെ മുഖത്ത് നോക്കിയിട്ട് നോക്കാതെ തിരിഞ്ഞങ്ങോട്ട് പോയി, എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. നാരദന് വല്ലാണ്ട് വിഷമം. എന്നിട്ട് ഈ വിഷ്ണുവിന്റെ രൂപത്തിൽ വന്നിരിക്കുന്ന രാജകുമാരനെ കല്യാണം കഴിച്ചു. മഹാവിഷ്ണു അദ്ദേഹം ശ്രീമതിയും കൊണ്ട് വൈകുണ്ഠത്തിലേക്ക് പോവുകയും ചെയ്തു.
അപ്പൊ നാരദ മഹർഷിയോട് വിഷ്ണുവാചകന്മാര് പറഞ്ഞു അത്രേ, അങ്ങേ എങ്ങനെ വിവാഹം കഴിക്കാൻ അങ്ങനെ കുരങ്ങന്റെ മുഖല്ലേ, വാനരന്റെ മുഖമുള്ള അങ്ങേ എങ്ങനെ കല്യാണം കഴിക്കാന്ന് പറയുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്നത് എന്റെ മുഖം വാനരന്റെ മുഖം. ഉടനെ ദേഷ്യം വന്നു, നേരെ മഹാവിഷ്ണു പോയി. എന്നിട്ട് അങ്ങനെ ഒരു ലിസ്റ്റ് ഭഗവാൻ ഇങ്ങനെ ചീത്ത പറഞ്ഞു, നീ വഞ്ചിതനാണ്, നീ ആൾക്കാരെ വഞ്ചിക്കുന്നവനാണ്, മോഹിനി രൂപം ധരിച്ചിട്ട് അസുരന്മാരെ നീ പറ്റിച്ചില്ലേ, എല്ലാരെയും ഒളിഞ്ഞിരുന്നിട്ടാണ് നീ ആക്രമിക്കുന്നത്, അതുകൊണ്ട് എന്നെയും നീ അങ്ങനെ തന്നെ വഞ്ചിച്ചത്. ആ ശ്രീമതി വിവാഹം കഴിക്കാനായിട്ട് കുരങ്ങന്റെ മുഖം എനിക്ക് തന്നില്ലേ, പക്ഷേ ഈ സ്ത്രീ വിഷയം കൊണ്ടാണ് നീ എന്നെ ദ്രോഹിച്ചത്, അതുകൊണ്ട് നിനക്ക് സ്ത്രീയുടെ ദുഃഖം അനുഭവിക്കേണ്ടി വരും, മനുഷ്യനായിട്ട് നീ ജനിക്കും, എന്നിട്ട് ഭാര്യാവിരഹം നീ അനുഭവിക്കും, അതുമാത്രമല്ല കോരങ്ങന്മാരുടെ സഹായം നിനക്ക് തേടേണ്ടി വരും എന്ന് പറഞ്ഞു. ശപിച്ചു മഹാവിഷ്ണു. ആ ശാപം എന്തായാലും നമുക്കറിയാലോ, ശ്രീരാമനായിട്ടുള്ള ജനനം അല്ലെ, സീതയിൽ. അപ്പോ അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് നാരദന് മനസ്സിലായത്, ഇത് എനിക്ക് പറ്റിയ അമ്മയാണല്ലോ, ഭഗവാന്റെ ശിവന്റെ മായയാണ്. എന്നിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു വിഷ്ണുവിനെ. എന്നിട്ട് പറഞ്ഞു, ശാപത്തൊന്ന് തിരിച്ചെടുക്കണം, ഞാൻ അറിയാതെ ചെയ്തു. അപ്പൊ മഹാവിഷ്ണു പറഞ്ഞു, സാരമില്ല, ഈ ശാപത്തെ ഞാൻ ഏറ്റെടുക്കുകയാണ്, ഒരു അവതാരം, ശ്രീരാമന്റെ അവതാരം ഉണ്ടാവും, ഈ ശാപത്തെ ഞാൻ ഏറ്റെടുക്കുകയാണ്. ഇനി അങ്ങക്ക് ഈ ഒരു ദുഃഖം മാറണമെങ്കിൽ ശിവന്റെ മഹാത്മ്യം അങ്ങ് ബ്രഹ്മാവിൽ നിന്ന് കേൾക്കണം. ശിവന് അങ്ങ് വിഷ്ണുവിനെ കുറിച്ചെല്ലാം മനസ്സിലാക്കിയിട്ട് വിഷ്ണു ഭക്തനാണ്, ഈ ശിവനെ കുറിച്ചുള്ള മഹാത്മ്യം അങ്ങ് ബ്രഹ്മാവിന്റെ അടുത്ത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശിവപുരാണത്തില് നാരദനോട് ബ്രഹ്മാവ് പറയുന്നതാണ് ശിവപുരാണം. തുടക്കത്തിലെല്ലാം നമ്മുടെ പുരാണങ്ങളൊക്കെ എങ്ങനെയാണ്, സൂതൻ പറയുന്ന പോലെ എല്ലാം ഒരു ചോദ്യോത്തരമാണ്, നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള രീതിയിൽ തന്നെ പുരാണങ്ങളൊക്കെ. അപ്പൊ ശിവപുരാണം 24,000 ശ്ലോകങ്ങളുണ്ട്, ഒരു സമുദ്രം തന്നെയാണ്. അതൊന്നും പറഞ്ഞ ഒരു ജന്മം കൊണ്ടൊന്നും നമുക്ക് തീരില്ല. ശിവന്റെ മഹാത്മ്യമാണ്, ആ പരബ്രഹ്മത്തിന്റെ മഹാത്മ്യം തന്നെയാണ് ശിവപുരാണത്തിൽ മുഴുവനുള്ളത്. ഇനി ശിവപുരാണത്തിൽ അടുത്ത പ്രസക്തമായ ഒരു ഭാഗം എന്ന് പറയുന്നത്, ഭഗവാന് ശിവലിംഗത്തിന്റെ രൂപമുണ്ട്, വിഗ്രഹാരാധന കുറവാണ്. വടക്കോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, നോർത്തിലേക്ക് ചെന്നാൽ ശിവന്റെ രൂപം നമുക്ക് കാണാം, പക്ഷെ അത് വിഗ്രഹാരാധനയാണ്, അത് സകല രൂപമാണ്, അവയവങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ലിംഗരൂപത്തിലാണ് നമ്മളൊക്കെ ഭഗവാനെ ഭജിക്കുന്നത്. പരബ്രഹ്മമാണ് അത്രേ ആ ശിവലിംഗം എന്ന് പറയുന്നത്. ആ ശിവലിംഗത്തെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് ശിവലിംഗം, ഭഗവാൻ എങ്ങനെയാണ് ലിംഗരൂപത്തിൽ ബ്രഹ്മമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ള കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അത് അവിടെയും കഥാപാത്രങ്ങള് ബ്രഹ്മാവും വിഷ്ണുവും തന്നെ. ഒരിക്കൽ മഹാവിഷ്ണു അനന്തന്റെ മുകളിൽ ഇങ്ങനെ ശയിക്കുകയായിരുന്നു അത്രേ, കിടക്കയിലല്ലേ അനന്തൻ കിടക്കയിൽ ഇങ്ങനെ ശയിച്ച് സർവാഭരണ വിഭൂഷിതനായിട്ട് അടുത്ത് ലക്ഷ്മി ദേവി ഇരിക്കുന്നുണ്ട്, നാരികളൊക്കെ ഇങ്ങനെ വീശി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ നല്ല സുഖനിദ്രയിലായിരുന്നു. ആ സമയത്ത് ബ്രഹ്മാവ് അങ്ങോട്ട് വന്നപ്പോ എന്നിട്ട് എന്നോ ചോദിച്ചു മഹാവിഷ്ണു, ഇദ്ദേഹം കേട്ടിട്ടില്ല, അല്ലെങ്കിൽ കേട്ട ഭാവം നടിക്കാതെ അവിടെ കിടന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ബ്രഹ്മാവിന് ദേഷ്യം വന്നു, എന്നിട്ട് പറഞ്ഞു, ഞാൻ പിതാമഹനാണ്, ഞാൻ വന്നിട്ട് എന്താണ് അങ്ങ് എന്നെ ആദരിക്കാത്തത്, അങ്ങ് എഴുന്നേറ്റ് പോകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ ചീത്ത വിളിച്ചപ്പോ മഹാവിഷ്ണു കണ്ണു തുറന്നു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് എന്തിനാ ഇങ്ങനെ പുലമ്പുന്നത്, എന്റെ നാഭിയിൽ നിന്നല്ലേ അങ്ങ് ഉത്ഭവിച്ചത്, ഞാനല്ലേ അങ്ങയെ ഉണ്ടാക്കിയത്, സൃഷ്ടി അങ്ങേക്ക് ഏൽപ്പിച്ചു തരികയല്ലേ ചെയ്ത്, പിന്നെ എങ്ങനെ അങ്ങ് പിതാമഹനാവുന്നത്. പക്ഷെ ശിവപുരാണത്തിൽ പറയുന്നത്, ഭഗവാന്റെ വലത്തെ ഭാഗത്ത് നിന്ന് ബ്രഹ്മാവും ഇടത്തെ ഭാഗത്ത് നിന്ന് വിഷ്ണുവും മധ്യഭാഗത്ത് നിന്ന് രുദ്രനും ഉണ്ടായി എന്നാണ്. അതായത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഇവർ ചെയ്യല്ലേ, ഇവരെല്ലാം ഒരു സമനിലയിലാണ് ചെയ്തോട്ട് പോകുന്നത്. അപ്പോ എല്ലാവരും പരസ്പരം സഹായിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെയാണ്. അപ്പോ മഹാവിഷ്ണു പറഞ്ഞു, ഞാനാണ് അങ്ങേ ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഞാനാണ് ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞു. നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാവുന്ന പോലെ തന്നെ ഈഗോ എന്ന് പറയാതെ വരുന്നത്. അപ്പോ വിഷ്ണു പറഞ്ഞു, അങ്ങല്ല, ഞാനാണ് ശ്രേഷ്ഠൻ, അങ്ങല്ല ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞിട്ട് ഇവര് തമ്മിൽ ഈ ശ്രേഷ്ഠതയെ പറഞ്ഞുകൊണ്ട് നല്ല വഴക്കായി. ആ വഴക്ക് എവിടെ ചെന്ന് അവസാനിച്ചു? യുദ്ധത്തിൽ അവസാനിച്ചു തന്നെ. ആ യുദ്ധത്തിൽ അവസാനിച്ചപ്പോ ബ്രഹ്മാവ് മാഹേശ്വരാസ്ത്രം പ്രയോഗിച്ചു, ബ്രഹ്മാവ് പാശുപതാസ്ത്രം പ്രയോഗിച്ചു, വിഷ്ണു മഹേശ്വരാസ്ത്രം പ്രയോഗിച്ചു. അങ്ങനെ ഈ രണ്ട് ശക്തമായിട്ടുള്ള അസ്ത്രങ്ങൾ തമ്മിൽ ബ്രഹ്മാണ്ടത്തെ തന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് വലിയൊരു അഗ്നി, രണ്ടും കൂടെ ഇങ്ങനെ കൂട്ടിമുട്ടിയിട്ട് അഗ്നി ഉണ്ടായിരുന്നാണ്. ബ്രഹ്മാണ്ടം തന്നെ നശിക്കും, പ്രപഞ്ചം തന്നെ ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥ എത്തിയപ്പോ ദേവന്മാരെല്ലാരും ശിവനെ അഭയം പ്രാപിച്ചു.
ശിവന്റെ കാൽക്കൽ വന്ന് പറഞ്ഞു അങ്ങ് രക്ഷിക്കണം. അപ്പോ ആ സമയത്ത് ഭഗവാൻ ഒരു അഗ്നിസ്തംഭമായിട്ട്, ഒരു വിരാട് രൂപമായിട്ട് ഈ രണ്ട് അസ്ത്രങ്ങളുടെ നടുക്ക് ഇങ്ങനെ നിലകൊണ്ടു എന്നാ പറയുന്നത്. അതാണ് ആ അഗ്നിസ്തംഭമായിട്ട് നിലകൊണ്ടു. ആ ലിംഗസ്വരൂപം ഇങ്ങനെ ബ്രഹ്മാണ്ടത്തിൽ ഇങ്ങനെ വിരാട് രൂപത്തിൽ ആദിയില്ല അന്തവും ഇല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിലകൊണ്ടു അസ്ത്രങ്ങളുടെ നടുക്ക്. അങ്ങനെയാണ് ആ യുദ്ധത്തെ, ആ ദുരന്തത്തെ ഒഴിവാക്കിയത്. ബ്രഹ്മാണ്ടത്തെ രക്ഷിച്ചു അങ്ങനെ ശിവൻ നിലകൊണ്ടു. അപ്പോ ബ്രഹ്മാവും വിഷ്ണുവും പെട്ടെന്ന് ഒരു സ്തംഭം ഇങ്ങനെ പെട്ടെന്ന് രൂപപ്പെട്ടു എവിടെന്ന എന്ന് വിചാരിച്ചിട്ട് ഈ സ്തംഭത്തിന്റെ അറ്റം കാണണം എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവ് ഹംസരൂപത്തിൽ മുകളിലേക്കും പോയി, മഹാവിഷ്ണു വരാഹരൂപത്തിൽ താഴോട്ടും പോയി. എവിടെയാണ് തുടങ്ങിയത് എന്ന് അറിയാനായിട്ട്. ആദ്യ അന്തവും ഇല്ലാതെ പരബ്രഹ്മല്ലേ, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യാണ്, നിർഗുണനാണ്, നിരാകാരനാണ്, പരബ്രഹ്മമാണ്. അതിന് ആദ്യ അന്തവും ജനനവും മരണവും ഒന്നുമില്ല. അങ്ങനെ രൂപത്തിലാണ് ഭഗവാനോട് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോ ബ്രഹ്മാവ് ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോ ഹംസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? പാലും വെള്ളം ഉണ്ടെങ്കിൽ പാല് മാത്രമേ വേർതിരിച്ചെടുക്കൂ. ബ്രഹ്മാവ് വിദ്യയുടെ ആളാണ്. ബ്രഹ്മാവിന്റെ ശക്തിയായിട്ട് കൂടെ നിൽക്കുന്ന ആളാ സരസ്വതി വാഗ്ദേവതയല്ലേ. അപ്പൊ വിദ്യയുടെ ആളാണ്. അപ്പൊ തത്വങ്ങൾ ഗ്രഹിക്കാനുള്ള നല്ലൊരു കഴിവുണ്ട് ബ്രഹ്മാവിന്. അപ്പോ ആ ബ്രഹ്മാവ് മുകളിലേക്ക് ഇങ്ങനെ പോകുമ്പോ വിഷ്ണു താഴോട്ട് വന്നു വരാഹരൂപത്തില്. വരാഹത്തിലാണ് ഭൂമിയിലേക്ക് അടിയിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ വരാഹരൂപത്തിൽ വന്ന് വിഷ്ണുവിനെ കാണാൻ പറ്റിയില്ല. എവിടെ അവസാനിക്കണം? അദ്ദേഹം തളർന്ന് തിരിച്ചു വന്നു. ബ്രഹ്മാവ് ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോ കൈതപ്പൂവിനെ കണ്ടു. താഴമ്പൂ, നല്ല മണമുള്ള താഴമ്പൂ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ പോകുന്നത്. അപ്പൊ കണ്ടപ്പോ ചോദിച്ചു, ബ്രഹ്മാവ് ചോദിച്ചിട്ട് നീ ഇതിന്റെ അറ്റം കണ്ടോ? അറ്റത്തിനാണോ വരുന്നതെന്ന് വെച്ചപ്പോ ഇല്ല, ഇതിന്റെ അറ്റം കാണാൻ സാധിക്കില്ലാവോ. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, നാളെ മഹാവിഷ്ണു ഉണ്ട്, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വിഷ്ണുവിനോട് പറയണം ഞാൻ ഇതിന്റെ അറ്റം കണ്ടു, അതിന് സാക്ഷിയാണ് നീ, നിന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ അറ്റം കണ്ടു എന്ന് പറയണം. അപ്പൊ സൃഷ്ടികർത്താവാണെന്ന് പറയുന്നത് അല്ലേ, ബ്രഹ്മാവാണ്. കൈതപ്പും അതനുസരിച്ചു ശരിയെന്നും പറഞ്ഞു പാവം. അങ്ങനെ താഴോട്ട് വന്ന് വിഷ്ണുവിനോട് പറഞ്ഞു ഞാനിങ്ങനെ അറ്റം കണ്ടു, കൈതപ്പും അതിന് സാക്ഷിയാണ്, താഴമ്പൂ സാക്ഷിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശിവൻ മഹാവിഷ്ണു ബ്രഹ്മാവിനെ സ്തുതിച്ചു. എന്നിട്ട് വണങ്ങി അങ്ങ് തന്നെയാണ് ശ്രേഷ്ഠൻ, കാരണം ഞാൻ അറ്റം കണ്ടില്ല. അപ്പോഴാണ് ശിവൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ശിവനറിയാം ബ്രഹ്മാവ് കാണിച്ചത് കള്ളാണ്. അപ്പൊ കള്ളത്തരത്തിൽ ഒരു ശിക്ഷ കൊടുക്കുക തന്നെ വേണം. എന്നിട്ട് കാലഭൈരവനെ ഉണ്ടാക്കിയതാണ്. ശിവന്റെ പുതിയക്കൊടിയിൽ നിന്ന് കാലഭൈരവൻ ഉണ്ടായിട്ട് ആ കാലഭൈരവനോട് 5 തലയുണ്ട് ബ്രഹ്മാവിന്, ഒരു തല വെട്ടി കളഞ്ഞോളാൻ പറഞ്ഞു. കാരണം ആ തലയാണ്, ആ മുഖത്തിൽ നിന്നാണ് ഈ നുണ പറഞ്ഞത്. അപ്പൊ തല വെട്ടിക്കളഞ്ഞു. അതുമാത്രമല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ബ്രഹ്മാവിന്റെ ക്ഷേത്രങ്ങൾ ഉണ്ടാവില്ല, ആൾക്കാർ ഇങ്ങനെ പ്രതിഷ്ഠ പൂജിക്കില്ല, ജനങ്ങളൊന്നും നിന്നെ ത്രിമൂർത്തികളാണ്, പക്ഷേ നിനക്ക് പൂജ ഉത്സവമൊന്നും ഉണ്ടാവില്ല, പ്രതിഷ്ഠയും ഉണ്ടാവില്ല. ഒരേ ഒരു അമ്പലമുണ്ട് തമിഴ്നാട്ടില്, തിരുപ്പട്ടൂർന്നോ അങ്ങനെ എന്തുവാണ് ക്ഷേത്രം. അവിടെ ബ്രഹ്മാവുണ്ടെന്നാ പറയുന്നത്. പക്ഷെ സങ്കല്പം എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. പക്ഷെ അവിടെ എന്താ പ്രത്യേകത? നമ്മുടെ ജാതകം അവിടെ കൊണ്ടുപോയി വെച്ചാൽ അവിടെ പൂജിച്ചിട്ട് ആ ജാതകം നമുക്ക് തരൂത്രേ. ആ ജാതകത്തിലെ ദോഷങ്ങളൊക്കെ അവിടെ മാറും എന്നാണ് പറയുന്നത്. തലയിലേക്ക് മാറും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്ഷേത്രം മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കറിയാലോ, എവിടെയും ബ്രഹ്മാവിന്റെ ക്ഷേത്രങ്ങളില്ല, ഉത്സവങ്ങളില്ല. പക്ഷെ എന്നിട്ട് കൈതപ്പൂവിനും ശാപം കൊടുത്തു. എന്താ? പൂജാതി കർമ്മങ്ങൾക്ക് നിന്നെ ഒരിക്കലും എടുക്കില്ല. ഒരു സ്ഥലത്തും പൂജയ്ക്ക് നല്ല ഭംഗിയുള്ള നല്ല സുഗന്ധമുള്ള പൂവാണല്ലേ, പക്ഷെ പൂജാതി കർമ്മങ്ങൾക്ക് എടുക്കില്ല എന്ന് പറഞ്ഞു. അവസാനം ബ്രഹ്മദേവൻ മഹാദേവനോട് പറഞ്ഞു, എനിക്ക് എങ്ങനെയും ഒരു ശാപമോക്ഷം തരണം, അറിയാതെ ചെയ്തു പോയതാണ്. കാരണം വിദ്യയുടെ ആളല്ലേ, വിദ്യയുള്ളപ്പോൾ ചിലപ്പോൾ പാണ്ഡിത്യം നമുക്ക് അഹങ്കാരം വരും, ആരുടെ മുമ്പിൽ താഴാൻ പറ്റില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ അറ്റം കണ്ടില്ല എന്ന് പറയാനായിട്ടൊരു മടിയുണ്ടാവും. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, അറിയാതെ ചെയ്തു പോയത് അങ്ങയുടെ മായയിൽ തന്നെ സംഭവിച്ചതാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അഗ്നിഹോത്രാദികളിലെ യജ്ഞങ്ങളൊക്കെ നടക്കുമ്പോ നീ ആയിരിക്കും ഗുരു, ബ്രഹ്മാവില്ലാതെ യജ്ഞങ്ങളൊന്നും പൂർണ്ണമാവില്ല. അങ്ങനെ ഒരു ശാപമോക്ഷം കൊടുത്തു. കൈതപ്പൂവും പറഞ്ഞു, ഞാനും അറിയാതെ ചെയ്തു പോയ അപരാധമാണ്, സൃഷ്ടികർത്താവാണ് എന്നോട് പറയുന്നത്, ഞാനത് അനുസരിച്ചതാണ്, എനിക്കും ഒരു ശാപമോക്ഷം വേണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്റെ ഭക്തന്മാര് നിന്നെ തലയിൽ ഇത് ചൂടും, ആ തലയിൽ ചൂടുമ്പോൾ നിനക്ക് ജന്മസാഫല്യം കിട്ടും, അല്ലാതെ പൂജാതി കർമ്മങ്ങൾക്കൊന്നും നിന്നെ എടുക്കുന്നതല്ലാന്ന് പറഞ്ഞു. പക്ഷെ തമിഴ്നാട്ടിലൊക്കെ വരലക്ഷ്മി നോൽമ്പോ എന്നൊക്കെ സംഭവമുണ്ട്. ആ പൂജ നടക്കുമ്പോൾ
ലക്ഷ്മി ദേവി മഹാലക്ഷ്മി അലങ്കരിക്കാനായിട്ട് പാർവതി ദേവി അലങ്കാരത്തിനായിട്ട് ഇങ്ങനെ പുറകു ഭാഗത്ത് ഇങ്ങനെ വെക്കുന്നത് തലയിൽ അലങ്കരിക്കാൻ വെക്കുന്നതുമാണ്. അതാണ് കൈതപ്പൂർ. നമുക്ക് ഇപ്പോഴും അറിയാം പൂജാതി കർമ്മങ്ങൾക്കൊന്നും കൈതപ്പൂർ. അപ്പൊ ഇങ്ങനെയാണ് ആ ശിവലിംഗത്തിന്റെ ഒരു പ്രതിഷ്ഠ, ഒരു സങ്കല്പം എങ്ങനെയാണ് ശിവലിംഗം ഉണ്ടായത്. അപ്പൊ ആ ശിവൻ ഇങ്ങനെ അഗ്നിസ്തംഭമായിട്ട് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് അരുണാചലം. തിരുവണ്ണാമലയിൽ അരുണാചലേശ്വരായിട്ട് അരുണാചലത്തിലാണ് ശിവൻ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോ ശിവൻ ഈ എന്താ പറയാ ശാപമോക്ഷം കൊടുത്തു അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോ ബ്രഹ്മാവും വിഷ്ണുവും ശിവനെ സ്തുതിച്ചു. ആ സ്തുതിയിൽ ഭഗവാന് സന്തോഷം തോന്നിയിട്ട് പറഞ്ഞു അത്രേ, ഒരു പ്രത്യേക ദിവസമാണ് നിങ്ങളെന്നെ സ്തുതിച്ചത്, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ശിവപുരാണത്തില് ആ ദിവസത്തെയാണ് ശിവരാത്രി എന്ന് പറയുന്നത്. ഇപ്പൊ ശിവരാത്രി ദിവസം ശിവലിംഗ ആരാധന നിരാഹാരനായിട്ട് ആഹാരം കഴിക്കാതെ ഭഗവാന്റെ ശിവലിംഗത്തെ പൂജിക്കുകയാണെങ്കിൽ മോക്ഷം തന്നെയാണെന്ന് ഒരു ആയുസ് മുഴുവൻ ഭഗവാനെ പൂജിച്ചതിന്റെ ഫലം കിട്ടുന്നതാണ്. അതാണ് ശിവരാത്രിയുടെ മഹാത്മ്യം, ശിവന്റെ മഹാത്മ്യം എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ദക്ഷന്റെ കഥയാണ്. അതിന് പറയാം എങ്ങനെയാണ് ശിവൻ എന്താ കൈലാസത്തില് രുദ്രന്റെ രൂപത്തിലാത്രേ ശിവൻ. രുദ്രനായിട്ടാണ്, രുദ്രൻ സംഹാരം ചെയ്യുന്നവനാണ്, നിർവികാരനാണ്, നിർഗുണനാണ്, യാതൊരു കാമവികാരങ്ങളും അദ്ദേഹത്തെ അല്ലെങ്കിൽ ഏകനായിട്ട് കഴിയാം, പത്നിയൊന്നുമില്ല. അങ്ങനെ ശിവൻ എങ്ങനെ ഗൃഹസ്ഥനായി, അതിനുള്ള കാരണം എന്താണ്? ദക്ഷയാഗത്തെ നമുക്കറിയാം. അതിനു മുമ്പ് സതി എങ്ങനെയാണ് ശിവന്റെ ഭാര്യയായത്, പത്നിയായത് എന്നുള്ള കഥയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ബ്രഹ്മാവിൽ നിന്ന് തന്നെയാണ് തുടക്കം. അതായത് പ്രളയം വന്നപ്പോ മഹാവിഷ്ണു യോഗനിദ്രയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് നാഭിയിൽ നിന്ന് താമര ഉയർന്നു വന്നു. നമുക്കറിയാം നല്ല ഭംഗിയുള്ള 1000 നിലയുള്ള താമര. അപ്പോ അതിൽ നിന്ന് ബ്രഹ്മാവ് ഉദ്ഭവിച്ചു എന്നാണ്. ശിവൻ തന്നെയാണ് ബ്രഹ്മാവിനെ അവിടെ നിന്ന് ഉദ്ഭവിക്കാനായിട്ട് പ്രേരണയായത് തന്നെയാണ്. അങ്ങനെ ബ്രഹ്മാവ് ഉദ്ഭവിച്ചു കഴിഞ്ഞപ്പോ കണ്ണു തുറന്നപ്പോ ചുറ്റും ജലം, പ്രളയം, കൂരിരുട്ടാണ്. പ്രളയം വന്നു, ഗ്രഹങ്ങളോ ഒന്നുമില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ. ആ നാരായണൻ എന്ന് പറയില്ലേ, ജലത്തിന്റെ മുകളിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ലോക സംരക്ഷണം ചെയ്യും. നാരാ എന്ന് പറഞ്ഞ ജലം എന്നാണ് അർത്ഥം. വെള്ളത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ലോകത്തെ സംരക്ഷിക്കുന്ന മഹാവിഷ്ണുവിനെ യോഗനിദ്രയിൽ ഇരിക്കുമ്പോഴാണ് ബ്രഹ്മാവിനെ സൃഷ്ടിക്കുന്നത്. ബ്രഹ്മാവ് വന്നു കഴിഞ്ഞപ്പോ ഒന്നും മനസ്സിലാവുന്നില്ല, ജോലി എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ ഉണ്ടായി എന്ന് മാത്രമേ മനസ്സിലായുള്ളൂ. ഇത് എങ്ങനെ ഉണ്ടായത്, ഇത് എവിടെന്നാ ഉണ്ടായതെന്ന് അറിയാനായിട്ട് ആ താമര തണ്ടിന്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ പ്രാവശ്യം ഇങ്ങനെ പോയിത്രേ. ഒരു രക്ഷയിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ പെട്ടെന്നൊരു അശരീരി കേട്ടു, തപസ് ചെയ്യുന്നു എന്ന് അശരീരി. അങ്ങനെ 12 വർഷക്കാലം തപസ് ചെയ്തപ്പോ ചതുർബാഹുവായിട്ട് സർവാഭരണ വിഭൂഷിതനായിട്ട് മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് സൃഷ്ടികർമ്മം അങ്ങനെ എത്തിച്ചു കൊടുത്തു. സൃഷ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ സൃഷ്ടി തുടങ്ങി, ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങി, പ്രജാപതികളെ സൃഷ്ടിച്ചു എന്നാണ്. ദക്ഷൻ, അങ്കിരസ്, അത്രി, പുലഹൻ, പുലസ്ത്യൻ എന്ന് തുടങ്ങിയിട്ടുള്ള പ്രജാപതികളെ സൃഷ്ടിച്ചു. എന്നിട്ട് സുന്ദരിയായിട്ട് ഒരു സ്ത്രീയെ കൂടെ സൃഷ്ടിച്ചു, സന്ധ്യ എന്നാണ്. വളരെ സൗന്ദര്യമുള്ള ലക്ഷ്മീദേവി പോലും മാറി അങ്ങനെ സൗന്ദര്യമുള്ള ആ സന്ധ്യയെ സൃഷ്ടിച്ചു, ഒരു സുന്ദരി. അപ്പോ ഈ സുന്ദരിയെ കണ്ടിട്ട് പ്രജാപതികളൊക്കെ വിസ്മയം കൊണ്ടുപോകുന്നാണ് പറയുന്നത്. എന്നിട്ട് ഒരു വലിയ ഭീകര രൂപത്തെ പ്രതിഷ്ഠിച്ചു തന്നെ. ആ ഭീകര രൂപം ഒരു പുരുഷന്റെ രൂപം. എന്നിട്ട് ആ രൂപം വന്ന് ബ്രഹ്മാവിനോട് പറഞ്ഞു, ഞാൻ എന്താണ് ചെയ്യേണ്ടതാണ് എനിക്ക് വേണ്ടിയിട്ടെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നീ നല്ല അങ്കരാവല്യത്തോടു കൂടെ ആവണം, എന്നിട്ട് 5 ബാണങ്ങൾ നിനക്ക് തരും, പുഷ്പബാണങ്ങൾ. ആ ബാണങ്ങൾ ഉപയോഗിച്ചിട്ട് ആൾക്കാരുടെ ശരീരത്തിൽ കയറി കാമവികാരങ്ങൾ ഉണ്ടാക്കണം, എന്നിട്ട് അവരെ കൊണ്ട് സന്താനോത്പാദനം നടത്തണം, സൃഷ്ടി നീ ചെയ്യണം, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ കാമം ജനിപ്പിക്കണം ആൾക്കാരിൽ എന്ന് പറഞ്ഞിട്ട് അങ്കലാവണ്യം കൊടുത്തു. അതാണ് മനസ്സിനെ മഥിപ്പിക്കുന്നവൻ, മനസ്സിനെ അങ്ങനെയുള്ള ആളെ നമ്മൾ എന്താ പറയാ, മന്മഥൻ എന്ന് പറയും. കാമദേവനെ സൃഷ്ടിച്ചു. എന്നിട്ട് കാമദേവനെ പരീക്ഷിക്കണമല്ലോ, സൃഷ്ടിച്ചു. ഈ ബാണങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മഹർഷിമാരിൽ തന്നെ തുടങ്ങി പ്രവർത്തനം. അതിനുവേണ്ടി സന്ധ്യയെ കൊണ്ടുവന്നു അത്രേ. ഈ സൗന്ദര്യമുള്ള രൂപത്തിലുള്ള സന്ധ്യയെ കൊണ്ടുവന്നു. അപ്പോ മഹർഷിമാർക്കിനൊക്കെ കാമം ജനിപ്പിക്കാൻ കാമദേവന് സാധിച്ചു തന്നെയാണ്. അവിടെ ഒരു പ്രശ്നം ഉണ്ടായത് എന്താ, ബ്രഹ്മാവിനും ആ കാമം ഉണ്ടായിരുന്നു. ബ്രഹ്മാവിന് കാമുണ്ട്. അപ്പൊ ത്രിമൂർത്തികളായിട്ടുള്ള അവര് വിചാരിച്ചത്രേ, ഇയാളിപ്പോ കുഴപ്പക്കാരനാവോ, കാരണം കാമല്ലാത്തവന് ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കോ, നമ്മൾ തന്നെ നമുക്ക് ദുരിതമാണ് ഉണ്ടാക്കിയത്. ഒരു ചിന്ത ഇവിടെ മനസ്സിൽ വന്ന സമയത്താണ് ബ്രഹ്മാവിലെ കാമം ഉണ്ടായിട്ട് ഈ സന്ധ്യ ഇങ്ങനെ ഒരു മോഹത്തോടുകൂടെ നോക്കി എന്നാണ്.
അത് ദോഷമായി, പുത്രിയല്ലേ, എങ്ങനെ അങ്ങനെ നോക്കുക. അപ്പോ പരമശിവൻ അടുത്തുണ്ട്. ശിവൻ പറഞ്ഞത്രേ, അങ്ങ് പരിഹാസനായിട്ട് തീർന്നപ്പോ അങ്ങ് ചെയ്തത് ശരിയല്ല. പുത്രി, സഹോദരി, സഹോദരന്റെ ഭാര്യ, അമ്മ, ഇവരെയൊന്നും കാമത്തോടുകൂടെ നമ്മൾ നോക്കാൻ പോലും പാടില്ല എന്നാണ്. വളരെ നമുക്ക് അത് പാപമാണ്. അപ്പൊ നിങ്ങൾ ഒട്ടും നല്ല പ്രവൃത്തി അല്ല, നിന്ദിതമായിട്ടൊരു പ്രവൃത്തിയാണ് അങ്ങ് ചെയ്തത്. അതുകൊണ്ട് അങ്ങ് ഇതിനർഹനല്ല, ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോ ഈ പുത്രന്മാര് ബ്രഹ്മാവിനെ നിന്ദിച്ചു. ബ്രഹ്മാവ് ലജ്ജ കൊണ്ട് തല താഴ്ത്തിയിട്ട് സംഭവിച്ചു പോയി. കാമദേവൻ കൊണ്ടുണ്ടായത്. അവസാനം കാമദേവനെ ശപിച്ചു, നീ കാരണമാണ് ശിവന്റെ മുമ്പിൽ ഞാൻ തലകുറിച്ചത്. അപ്പൊ അതുകൊണ്ട് ശിവൻ തന്നെ നിന്നെ ഭസ്മമാണ്, ശിവന്റെ ഭസ്മം. അപ്പൊ പറഞ്ഞത്രേ, അയ്യോ അങ്ങയുടെ പുത്രനല്ലേ ഞാൻ അങ്ങ് പരീക്ഷിക്കാൻ പറഞ്ഞപ്പോ ഞാൻ പരീക്ഷിച്ചു, എനിക്കൊരു ശാപമോക്ഷം തരണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ശിവൻ പാർവതീ സമേതനായിട്ട് എപ്പോൾ ഉണ്ടാകുന്നുവോ ആ സമയത്ത് നിനക്ക് നിന്റെ രൂപം തിരിച്ചു കിട്ടും. അപ്പോ ശിവന്റെ ദാരപരിഗ്രഹത്തിന് വേണ്ടിയിട്ട് പത്നി വിവാഹം കഴിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ശാപമോക്ഷം കിട്ടിയ കാമദേവന് അങ്ങനെ ഈ ബ്രഹ്മദേവന് അപ്പൊ മനസ്സിലൊരു ബുദ്ധിമുട്ടുണ്ട്, കാരണം ശിവന്റെ മുമ്പിൽ ലഭിച്ചു. അപ്പോ ശിവന് ഈ കാമം ഉണ്ടാക്കണം, ശിവനെ കൊണ്ട് ഒന്ന് ഗൃഹസ്ഥനാക്കാം. ശിവനെ എങ്ങനെ വിട്ടാൻ പറ്റില്ല, കാരണം എന്നെ ഇത്തിരി നിന്ദിച്ചു. അപ്പോ ശിവനും ഈ ഒരു അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിപ്പിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് കൈലാസത്തിൽ ഈ കാമദേവനെ അയച്ചു. ഇതുപോലെ രതിദേവിയുടെ ദക്ഷന്റെ പുത്രിയായിട്ടുള്ള രതിദേവിയെ കാമദേവൻ വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പൊ ഇവര് പത്നി സമയത്തൊക്കെ അവിടെ ചെന്നു. പക്ഷെ ശിവന്റെ മുമ്പില് രുദ്രനായിട്ടാണ് അവിടെ നിൽക്കുന്നത്. യാതൊരു ചിന്തയും അവിടെ നടന്നില്ല, യാതൊരു പ്രവർത്തനവും അവിടെ നടന്നില്ല എന്നാണ്. അപ്പൊ കാമദേവൻ അവിടെ ചെന്നു. അവസാനം അദ്ദേഹം മടങ്ങി പോകുന്നു, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ശിവന്റെ മനസ്സളക്കാൻ ഒരിക്കലും സാധിച്ചു. ഏകപത്നി വ്രതനായിട്ട് കഴിയാണ്, ഏകപത്നിയാണ്, ഒന്നും വേണ്ട എന്ന രീതിയിൽ രുദ്രനായിട്ട്, ജടാധാരിയായിട്ട്, ചന്ദ്രകലാധാരിയായിട്ട് വാസുകിയെ കഴുത്തിലണിഞ്ഞിട്ട്, കർണാഭരണം കണ്ഠാഭരണം വാസുകിയാണ്, അങ്ങനെ കഴുത്തിലണി തൃശൂലം വെച്ചുകൊണ്ട് ലോക സംരക്ഷണത്തിന് വേണ്ടി കൈലാസത്തിൽ തന്നെ ഒതുങ്ങി കഴിയും. ശിവനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാമദേവൻ മടങ്ങി വന്നപ്പോ ബ്രഹ്മാവിന്റെ വിഷമായി എന്താ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്തു, രണ്ടും കൽപ്പിച്ച് മഹാവിഷ്ണുവിനെ സ്തുതിച്ചു, ധ്യാനിച്ചു. അപ്പൊ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ പറഞ്ഞോട്ടെ, എന്തിനാണ് അങ്ങ് എന്നെ സ്തുതിച്ചത്, എന്താണ് അങ്ങയുടെ ആവശ്യം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എന്റെ പുത്രിയോട് എനിക്ക് അറിയാതെ സ്നേഹം തോന്നിപ്പോയി, അതിന് ശിവൻ എന്നെ നിന്ദിച്ചു, എന്റെ പുത്രന്മാരും എന്നെ നിന്ദിച്ചു. അതുകൊണ്ട് ശിവനിൽ കാമം എന്താണെന്ന് അറിയിക്കണം, ശിവനെ മോഹിപ്പിക്കണം, അതിനൊരു സ്ത്രീ പ്രജയെ ഉണ്ടാക്കണം, അതിനങ്ങ് സഹായിക്കണം, അങ്ങനെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ മഹാവിഷ്ണു പറഞ്ഞു, ദക്ഷന്റെ പുത്രിയായിട്ടുള്ള സതി ശിവനെ വിവാഹം കഴിക്കും. അപ്പൊ ദക്ഷന് പുത്രി ഉണ്ടാവാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളൂ. അങ്ങനെ ദക്ഷപുത്രിയായിട്ട് വരുന്ന സതി രുദ്രനെ വിവാഹം കഴിക്കും, ഗൃഹസ്ഥനാവും. അതുമാത്രമല്ല, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടക്കണമെങ്കിൽ ശക്തി കൂടെ വേണം എന്നാണ്. എന്നാലേ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ പൂർണ്ണമാവുള്ളൂ. ഭഗവാന് വിഷ്ണുവിന് ശക്തിയായിട്ട് ലക്ഷ്മി ദേവിയുണ്ട്, അല്ലെ, ബ്രഹ്മാവിന് ശക്തിയായിട്ട് സരസ്വതിയുണ്ട്, ശിവന് ശക്തിയായിട്ട് വിവാഹം കഴിച്ചാൽ മാത്രമേ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ പൂർണ്ണമായിട്ട് നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശിവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. അങ്ങനെ ചിന്തിച്ച് മഹാവിഷ്ണുവിന് ഒരു വരം കൊടുത്തു. അതിനുശേഷം ദക്ഷൻ വന്നിട്ട് തന്റെ മക്കളോടൊക്കെ പറഞ്ഞിരുന്നേ, ഇങ്ങനെ സംഭവം ഉണ്ടായി, ദക്ഷന്റെ പുത്രിയെ കൊണ്ടാണ് ബ്രഹ്മാവ് വന്നിട്ട് പ്രജാപതികളോടൊക്കെ പറഞ്ഞു. അങ്ങനെ ദക്ഷൻ പറഞ്ഞു, ദക്ഷന്റെ പുത്രിയെ കൊണ്ട് ശിവനെ വിവാഹം കഴിക്കണം, സതി ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ദക്ഷൻ അതിനുശേഷം ബ്രഹ്മാവ് ദേവിയെ പ്രാർത്ഥിച്ചു, ദേവിയെ ധ്യാനിച്ചു. അപ്പോ സിംഹാരൂഢയായിട്ട് ചതുർബാഹുവായിട്ട് ദേവി ബ്രഹ്മാവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, എനിക്കൊരു സഹായം വേണം, ഞാൻ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ എനിക്കൊരു സഹായം വേണം, അങ്ങക്ക് മാത്രമേ ശിവനെ മോഹിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ശിവനെ മോഹിപ്പിക്കുന്ന ഒരു സ്ത്രീ രൂപത്തിൽ അങ്ങ് അവതരിക്കണം, ദേവി അവതരിക്കണം. അപ്പൊ പറഞ്ഞു, ആരായിട്ട് എന്നോട് ചോദിക്കുന്നത്, ബ്രഹ്മാവാണോ, സൃഷ്ടി മുഴുവൻ ചെയ്യുന്ന അങ്ങല്ലേ, അങ്ങക്ക് ഞാനെന്ത് സഹായം. അപ്പോഴാ പറഞ്ഞ, ശിവനെ മോഹിപ്പിക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. അപ്പോ ശിവനെ മോഹിപ്പിക്കാനായിട്ട് സ്ത്രീ രൂപത്തിൽ അങ്ങ് ജനിക്കണം, ദക്ഷന്റെ പുത്രിയായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മദേവനാണ് ആവശ്യപ്പെടുന്നത്. അപ്പോ ദേവി സമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു, ശിവന്റെ പുത്രി സതിയായിട്ട് ഞാൻ ഉത്ഭവിക്കും, പക്ഷേ കുറച്ചുനാളെ ശിവന്റെ കൂടെ ജീവിച്ചതിന് ശേഷം ഞാൻ എന്റെ ദേഹത്തെ വെടിയുമെന്ന് കൂടെ പറഞ്ഞു.
അങ്ങനെ പ്രജാപതിയോട് വന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു, ഇങ്ങനെ ശിവൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോ ദേവി അനുഗ്രഹിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ശിവന് പത്നിയായിട്ടുള്ള സതി നിനക്ക് പുത്രിയായിട്ട് ജനിക്കുന്നു പറഞ്ഞു. അങ്ങനെ ദക്ഷനും അംബികാദേവിയെ സ്തുതിച്ചു എന്നാണ്. അങ്ങനെ അംബികാദേവി ദക്ഷനെ അനുഗ്രഹിച്ചു, ഒരു പുത്രിയെ കൊടുക്കാനായിട്ട് അനുഗ്രഹിച്ചു. അപ്പൊ ദക്ഷൻ ഒരുപാട് എന്താ പറയുക പ്രജാകർമ്മങ്ങൾ, ഒരുപാട് പ്രജകളെ സൃഷ്ടിച്ചു. കുറെ പെൺകുട്ടികളെ, സ്ത്രീ സന്താനങ്ങളെ ജനിപ്പിച്ചു, പിന്നെ കുറെ പുരുഷ സന്താനങ്ങൾ, പ്രജാപതിമാര് ഇവരൊക്കെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അങ്ങനെ സൃഷ്ടി ഇങ്ങനെ കൂടുക. അങ്ങനെയാണ് ദേവി മകളായിട്ട് ജനിക്കുന്നത്. അപ്പോ ദക്ഷന്റെ ഭാര്യയിൽ ഗർഭലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ദക്ഷൻ യഥാവിധി പുംസവനാദി കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു, ദാനധർമാദികളൊക്കെ ചെയ്തു. എന്നിട്ട് നല്ലൊരു ഗ്രഹനിലുള്ള സമയത്ത് പരിപൂർണയായിട്ട്, ഗ്രഹങ്ങൾ നല്ല സ്ഥാനത്ത് നിൽക്കുമ്പോൾ പരിപൂർണയായിട്ട് സതീദേവി ഉണ്ടായിരുന്ന ദക്ഷന്റെ പുത്രിയായിട്ട് സതി അവതരിച്ചു. ആ സതി ചെറുപ്പത്തിൽ തന്നെ ശിവനോട് ആഗ്രഹം കാണിച്ചിരുന്നത് ശിവന്റെ പത്നിയായി ആവണം. ശിവപൂജ നടത്തി നന്ദാ തിഥികളൊക്കെ ആചരിച്ചു. അതാണ് നമ്മൾ പറയുന്നത് വിവാഹം കഴിക്കാൻ തിങ്കളാഴ്ച വ്രതം എടുക്കണം. അതുപോലെ വ്രതങ്ങളൊക്കെ ആചരിച്ചു, ശിവനെ തന്നെ പൂജിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ശിവനെ തന്നെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഈ ദേവിയെ പരീക്ഷിക്കാനായിട്ട് ശിവൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ശിവൻ നല്ല സുന്ദരനായിട്ട്, അതായത് ചന്ദ്രകലാധാരനായിട്ട് ഭസ്മം, ശരീരം മുഴുവൻ ഭസ്മം പൂശിയിട്ട്, കഴുത്തിൽ കണ്ഠാഭരണമായിട്ട് മാസികയുണ്ട്, തിളങ്ങുന്ന കണ്ണുകളായിട്ട് ഭഗവാൻ നീലകണ്ഠനായിട്ട്, സ്വർഗംഗ ഗംഗ തലയിലുണ്ട്. അങ്ങനെ ഒരു അവതാരം, അങ്ങനെ ഒരു സുന്ദര രൂപത്തില് ദേവിയുടെ മുമ്പിൽ, ദേവി തന്നെയല്ലേ സതി, ലോകത്തിന്റെ ജഗത്തിന്റെ മാതാവാണ്. ദേവിയുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് ദേവിയോട് ചോദിച്ചിട്ട് എന്താ വരം വേണ്ടത്. അപ്പോൾ ദേവി ഒന്നും വേണ്ടില്ല, ലജ്ജിച്ചിങ്ങനെ ഒന്നും പറയാൻ സാധിക്കും, ഒന്നും പറയാതെ നിന്നപ്പോ ശിവൻ തന്നെ അങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ശിവന് മോഹമുണ്ടായി, ആവശ്യപ്പെട്ടു എന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് ബ്രഹ്മാവിനോട് പറഞ്ഞു. ദക്ഷന്റെ അടുത്ത് ചെന്ന് വിവാഹത്തിന് വേണ്ട ആലോചനകൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മാവും വിഷ്ണുവും കൂടെ ദക്ഷന്റെ അടുത്ത് ചെന്നു പുത്രിയെ വിവാഹം കഴിക്കാനുള്ള മുഹൂർത്തത്തെ നോക്കി. നല്ല മുഹൂർത്തത്തില് സജീവമായിട്ടുള്ള വിവാഹം നടന്നു. അവർ കൈലാസത്തിലേക്ക് തിരിച്ചുപോയി. വളരെ ഭംഗിയായിട്ട് ക്രീഡകളൊക്കെ ചെയ്ത് കൈലാസത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഒരു ദിവസം ദണ്ഡകാരണത്തിലേക്ക് ഇങ്ങനെ വൃഷഭത്തിന്റെ മൂഴല സഞ്ചരിക്കുക, അല്ലെ കാളുടെ മൂഴല. അപ്പൊ സഞ്ചരിക്കുമ്പോ രാമലക്ഷ്മണന്മാരെ കണ്ടുകൂട്ടെ. അപ്പോ പരമശിവൻ പറഞ്ഞു, രാമൻ സീതയെ കാണാതെ ദുഃഖിച്ച് നടക്കുക, പത്നിയെ കാണാതെ. അപ്പൊ പാർവതി സതീദേവിക്ക് അങ്ങനെ ഒരാളുണ്ടോ, ഭാര്യയെ കാണാതെ ദുഃഖിച്ച് നടക്കുന്ന ഒരാള്. അപ്പൊ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു വിഷ്ണുവിന്റെ അവതാരാണ് എന്ന് പറഞ്ഞപ്പോ ദേവി വിശ്വസിച്ചില്ല. അപ്പൊ പറഞ്ഞത് നിനക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് ദേവി എന്ത് ചെയ്തു, സീതയുടെ രൂപം എടുത്തിട്ട് രാമന്റെ അടുത്തേക്ക് പോയി. പക്ഷെ രൂപം മാത്രമേ സീതയുടെ ഉള്ളൂ, മനസ്സിൽ മുഴുവൻ നമശിവായ നമശിവായ എന്നുള്ള മന്ത്രം. അങ്ങനെ അവിടെ ചെന്നപ്പോ കണ്ട മാതൃകയിൽ തന്നെ വിഷ്ണു ഭഗവാന്റെ അവതാരല്ലേ. അദ്ദേഹത്തിന് മനസ്സിലായി. എന്നിട്ട് ചോദിച്ചത്, എവിടെ പോയി നിന്റെ ഭർത്താവ്, ശിവൻ എവിടെ, എന്തിനാ നീ തന്നെ ഇങ്ങനെ രൂപത്തിൽ എൻ്റെ അടുത്ത് വന്നിരിക്കണേന്ന് ചോദിച്ചത്. അപ്പോ സതീദേവി പറഞ്ഞു, അങ്ങ് വിഷ്ണുവല്ലെയാണ് എനിക്ക് പൂർണ്ണ ബോധ്യായി, ഞാൻ മഹാദേവന്റെ അടുത്തേക്ക് മടങ്ങി പോവാണ് എന്ന് പറഞ്ഞ് മഹാദേവന്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ കുറെ നാൾ ജീവിച്ചു കഴിഞ്ഞപ്പോ ദേവി തന്നെ പറഞ്ഞതായി, ഈ ക്രീഡകളോടൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല, എന്നോട് അങ്ങ് ക്ഷമിക്കണം, ലൗകിക സുഖങ്ങളോട് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഭക്തി എന്താണെന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തരണം, ഭക്തിയിലൂടെ എൻ്റെ ജീവിതം മുമ്പോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ശിവന് സന്തോഷമായി. കാരണം എന്താ, ലോക സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വിവാഹം ചെയ്യുന്നു. അതുമാത്രമല്ല സതീദേവി ശിവനുമായിട്ട് യോഗം ഉണ്ടായി കഴിഞ്ഞാൽ പർവ്വതരാജന്റെ പുത്രിയായിട്ട് പാർവതിയായിട്ട് വീണ്ടും പുനർജനിച്ച് ശിവനെ തന്നെ വിവാഹം കഴിക്കുമെന്നും ശിവനാണ്. അപ്പോ ഭക്തിയുടെ 9 ഭാവങ്ങള് ശിവപുരാണത്തിലും ശിവൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താ, ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ഇത് നമ്മളെല്ലാം കേട്ടിരിക്കുന്നത് ഭാഗവതത്തിലല്ലേ. പ്രഹ്ലാദൻ, ആ കുഞ്ഞു പ്രഹ്ലാദൻ സ്വന്തം ഹിരണ്യകശിപുവിനോട് പറയുന്നതാണ്. ഹിരണ്യകശിപു, പ്രഹ്ലാദൻ നാരായണനാമം ജപിക്കുന്നതിന് എൻ്റെ മകന്റെ ബുദ്ധി തിരിഞ്ഞുപോയി, എൻ്റെ ശത്രുവിനെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വിചാരിച്ചിട്ട് ഗുരുകുലത്തിലേക്ക് പഠിക്കാനായിട്ട് ബുദ്ധി നേരെയാക്കാൻ. കാരണം എന്താ, നാരായണനാമം ജപിക്കാൻ പാടില്ല. എന്നിട്ട് ഒരു ദിവസം മകനെ അടുത്ത് വിളിച്ച് മടിയിൽ വെച്ച് ചോദിച്ചത്, മകനെ എൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് നീ എന്താ പഠിച്ചത് എന്ന് പറഞ്ഞപ്പോഴാണ് കുട്ടി പറഞ്ഞ ശ്രവണം കീർത്തനം വിഷ്ണു
സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. അച്ഛ ഇതാണ് പഠിച്ചത്. ഭഗവാൻ വിഷ്ണുവാണ് സത്യം എന്നുള്ളതാണ് ഞാൻ. അങ്ങനെയാണ് നമുക്കറിയാം നരസിംഹാവതാരൊക്കെ. അതുപോലെ തന്നെ ഇവിടെ സതീദേവിയെ ഭഗവാൻ ഭക്തിയുടെ വിവിധ മാർഗങ്ങള് വിവിധ രസങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഭക്തി എന്താണ്? ഇപ്പൊ സതീദേവി ചോദിച്ചുട്ടെ, ഈ സംസാര ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഈ ലൗകിക സുഖങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരെ എങ്ങനെയാണ് മോക്ഷത്തിലേക്ക് എത്തുന്നത് എന്നൊക്കെ ശിവൻ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശിവന്റെ ഭക്തി എവിടെയുണ്ടോ, ശിവന്റെ നാമം എവിടെയുണ്ടോ, ഈ ഭഗവാന്റെ നാമങ്ങൾ മാത്രമേ ഈ സംസാര സാഗരം കടക്കാനായിട്ട് നമുക്ക് രക്ഷയായിട്ടുള്ളൂ. യഥാഗ്നിരേധാംസി യഥൗഷധം യഥാന്ന് നാരായണത്തിന് മെത്തൂർ പറയുന്നത്. എങ്ങനെയാണോ അഗ്നി വിറകിനെ നശിപ്പിക്കുന്നത്, എങ്ങനെയാണോ ഔഷധം രോഗത്തെ ഇല്ലാതെയാക്കുന്നത്, അതുപോലെയാണ് നമ്മുടെ സംസാര സാഗരത്തില് നമ്മൾ അനുഭവിക്കുന്ന സുഖവും ദുഃഖവും ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ കൊണ്ട് മാത്രമേ ഇല്ലാണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ മഹാവിഷ്ണു ദേവന്മാരെ വിളിച്ച് പറഞ്ഞു, ശിവന്റെ മഹാത്മ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശിവപൂജയുടെ പ്രാധാന്യം പണ്ട് മിക്ക വീടുകളിൽ ശിവപൂജ ഉണ്ടായിരുന്നു അല്ലേ. ശിവലിംഗത്തെ വെച്ച് ആരാധിക്കും. താമര, എന്താ പറയാ, തെച്ചിപ്പൂവ്, അതുപോലെ കൂവളത്തില, ഇതൊക്കെ വെച്ചിട്ടാണ് ശിവനെ നമ്മൾ നിവേദ്യങ്ങൾക്ക് അർപ്പിക്കും. വേണ്ട രീതിയിൽ ശിവപൂജ ചെയ്യും. ഭഗവാന്റെ നാമങ്ങൾ ഇങ്ങനെ ശിവന്റെ സഹസ്രനാമങ്ങളും ശതനാമങ്ങളൊക്കെ ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ പൂജ ചെയ്യലുണ്ട്. അപ്പോൾ എവിടെയാണോ ശിവന്റെ പൂജ നടക്കുന്നത് അവിടെ സമ്പദ് സമൃദ്ധി ഉണ്ടാവും, സംസാര ദുഃഖത്തിൽ നിന്ന് നമ്മൾ മോചിതരാവും. അതുപോലെ അപ്പൊ ദേവന്മാരൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ശിവപൂജ ചെയ്യണം. അപ്പൊ ദേവന്മാർക്ക് അവരവർക്ക് അനുസരിച്ച ശിവലിംഗം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ആ പരബ്രഹ്മം എന്നുള്ള സങ്കല്പമാണ് ശിവലിംഗം. വിഗ്രഹാരാധനയാണ്, സകലമായിട്ടുള്ള രൂപമാണ് ശിവന്റെ വിഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്രഹ്മത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. അഹം ബ്രഹ്മാസ്മി. ഈ ലോകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനാണ് നമ്മുടെ അകത്തുള്ള ചൈതന്യം. എന്നെ സൃഷ്ടിച്ചതും നിങ്ങളെ സൃഷ്ടിച്ചതും ഒക്കെ ഭഗവാൻ തന്നെയാണ്. എല്ലാ ജീവജാലങ്ങളിലും അന്തര്യാമിയായിട്ട് ഭഗവാനുണ്ട്. പുഴു മുതൽ മനുഷ്യൻ വരെ എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ അന്തര്യാമിയായിട്ടുണ്ടെന്നാണ്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ പിന്നെ നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കുമോ? ഞാനും നിങ്ങളൊക്കെ ഒരേപോലെയാണ്, ഭഗവാന്റെ സൃഷ്ടികളാണ്. ഉറുമ്പിന് വരെ അതിന് സാധ്യതയുണ്ടെന്നാണ്. അപ്പോ ആ ഒരു ചിന്തയിൽ വേണം നമ്മൾ പോവാനായിട്ട്. ഭഗവാൻ തന്നെയാണ് എല്ലാം. ഭഗവാന്റെ കാലുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ശരണം. ഈ പ്രത്യേകിച്ച് ഈ കലികാലത്ത് ശ്രീനാരായണ ഗുരുദേവൻ എന്താ പറഞ്ഞത്? ദൈവമേ കാത്തുകൊള്ളുക കൈവിടാതിന്നു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിയോരാവിവന്തോണിൽപ്പദം. ഈ ഭവാബ്ധി, ഭവം എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത്, സംഭവിച്ചുകൊണ്ടേയിരിക്കും. ജനനവും മരണവും ആ ഭവാബ്ധിയായിട്ടുള്ള ആ സംസാര സാഗരത്തെ തരണം ചെയ്യാനായിട്ടുള്ള ഒരു തോണിയാണ് നിന്റെ പദം, ഭഗവാന്റെ കാലുകൾ, അല്ലെങ്കിൽ എന്താ, ഭഗവാന്റെ നാമങ്ങൾ. ആ തോണിയുടെ നാവികനാണ് നീ ഭഗവാനെ. ഭഗവാനെ വിളിച്ചാൽ മാത്രമേ ശരണമുള്ളൂ. ഭഗവാന്റെ മന്ത്രങ്ങൾ, വലിയ വലിയ മന്ത്രങ്ങളൊന്നും പറയണ്ട. ഓം നമ ശിവായ, ഒരു ബുദ്ധിമുട്ടില്ലല്ലോ ജപിക്കാൻ. ഓം നമോ, സംസ്കൃതം പഠിക്കണ്ട, ഓം നമ ശിവായ അല്ലേ. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ധ്രുവനെ നാരദൻ ഉപദേശിച്ചു കൊടുത്ത മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവ, പഞ്ചാക്ഷരി മന്ത്രം നമശിവായ. ഇതിന്റെ ഒരു ആ നാമസങ്കീർത്തനങ്ങളുടെ ഒരു അത്ഭുതം നമ്മൾ അനുഭവിച്ചെന്ന് അറിയണം. എന്തൊക്കെ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങളൊക്കെ ആ നാമസങ്കീർത്തനം ഇല്ലാതെയാക്കാൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ സതീദേവിക്ക് ഭക്തിയുടെ എല്ലാ മാർഗങ്ങളും ഉപദേശിച്ചു കൊടുത്തു ശിവൻ. അങ്ങനെ ഒരു ദിവസം സതി തന്റെ കൂട്ടുകാരികളോടൊപ്പം ഇങ്ങനെ കൈലാസത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് രോഹിണി, ചന്ദ്രൻ 27 നക്ഷത്രങ്ങളെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ചന്ദ്രന്റെ ഭാര്യമാരാത്ത 27 നക്ഷത്രങ്ങൾ. അതിൽ രോഹിണി ദേവിയുടെ തോഴിയാണ്. രോഹിണി യാത്ര കൊടുത്തിട്ട് എങ്ങോട്ടോ പോവാ. അപ്പൊ ചോദിച്ചു എങ്ങോട്ടാ പോകുന്നത്. അപ്പൊ പറഞ്ഞു ദക്ഷൻ ഒരു യാഗം നടത്തുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം കൂടെയുണ്ട്. പ്രയാഗം വെച്ചിട്ട് ഈ മഹർഷിമാരൊക്കെ ഒരു യാഗം നടത്തിയത്രേ. അതായത് കലികൽപക്ഷം തീരാനൊക്കെ ആയിട്ട് ശൗനകാദികളൊക്കെ എല്ലാവരും കൂടെ വലിയ യാഗം നടത്തി. ആ യാഗം നടത്തുന്ന സമയത്ത് എല്ലാ ദേവന്മാരും അവിടെ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും അവിടെയുണ്ട്. ശിവനുണ്ട്, വിഷ്ണുവുണ്ട്, ബ്രഹ്മാവുണ്ട്, മഹർഷിമാരുണ്ട്, ദേവർഷി, എല്ലാവരും അവിടെയുണ്ട്. ആ സമയത്ത് ദക്ഷ പ്രജാപതി
അങ്ങോട്ട് കയറി വന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വന്ദിച്ചു. ശിവൻ മാത്രം വന്ദിച്ചില്ല. ദേഷ്യം വന്നു ദക്ഷ പ്രജാപതിക്ക്. ഇയാൾ എന്റെ മരുമകനാണ്, ഇയാൾക്ക് എന്തുകൊണ്ട് ഇയാൾ എന്നെ വന്ദിച്ചു? എന്തിനാ അയാൾക്ക് ഇത്ര അഹങ്കാരം? അതുമാത്രമല്ല, അയാൾ നീചനാണ്, അയാൾ ശ്മശാനവാസിയാണ്, ഭൂത പ്രേത പിശാചികളാണ് അയാളുടെ സുഹൃത്തുക്കൾ, മദ്യപാനിയാണ്, ചീത്ത കൂട്ടുകെട്ടാണ്. ഇയാൾക്ക് യജ്ഞത്തിൽ നിൽക്കാനുള്ള അവകാശമില്ല, യജ്ഞത്തിന്റെ ഭാഗം ഇയാൾക്ക് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് എല്ലാവരും പ്രഖ്യാപിച്ചു. ആരും ഇനി ശിവനെ അംഗീകരിക്കരുത്, യജ്ഞത്തിൽ നിന്ന് അയാളെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞു കുറച്ച് പക്ഷം ആൾക്കാരെ സ്വാഭാവികമായിട്ട് ഈ ദക്ഷന്റെ കൂടെ നിന്നു. കുറച്ചു പേര് ശിവനെ അനുകൂലിക്കുന്നതൊക്കെ അവിടെ ഇറങ്ങിപ്പോയി. നന്ദികേശൻ ദക്ഷനെ ശപിച്ചു. മതി, ശിവനെ പഴിചാരിയത് മതി, ശിവനാണ് ഈ ലോകത്തിന്റെ രക്ഷയ്ക്കായിട്ട് നിലകൊള്ളുന്ന പരബ്രഹ്മമാണ്, ശിവനെ നിന്ദിക്കാനുള്ള അവകാശം നിനക്കില്ല എന്ന് പറഞ്ഞിട്ട് ശപിച്ചു. ബ്രാഹ്മണര് മുഴുവൻ ജാതിഭ്രഷ്ടരാവും, കാശിന് വേണ്ടി ജോലി എടുത്ത് തുടങ്ങും, നിരീശ്വരവാദികളായിരിക്കും, ഈ കുലത്തിന് വലിയ ഗുണമുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ദക്ഷനെ ശപിച്ചു എന്നാണ് പറയുന്നത് പ്രജാപതി. ആ സമയത്ത് ശിവൻ പറഞ്ഞു, എന്തിനാ ശപിച്ചത്? ഈ ബ്രഹ്മമാണ് ഞാൻ, ലോകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ സൃഷ്ടിസ്ഥിതിയൊക്കെ ചെയ്യുന്ന സംഹാരമൊക്കെ ചെയ്യുന്ന ആ ബ്രഹ്മമാണ് ഞാൻ, എനിക്കെങ്ങനെയാ ശാപം ചെയ്യുക? എന്റെ മായ കൊണ്ടാണ് അയാൾ ഇതൊക്കെ പറയുന്നത്, അതുകൊണ്ട് അയാൾ ശപിക്കേണ്ടതില്ല. പക്ഷെ നന്ദികേശൻ ഭഗവാന്റെ ദാസനല്ലേ, ഭഗവാന്റെ വാഹനാണ്, ഭഗവാന് ചീത്ത പറയുന്ന ആരും സഹിച്ചില്ല എന്നാണ്. അങ്ങനെ ദക്ഷൻ, അതാണ് ശിവനോടുണ്ടായ വിരോധം. അങ്ങനെ ദക്ഷ പ്രജാപതി യാഗം നടത്തി, വലിയൊരു യാഗം നടത്തി, ശിവനെ അപമാനിക്കാൻ വേണ്ടി തന്നെ നടത്തിയ യാഗമാണ്. ശിവനെ മാത്രം വിളിച്ചില്ല, എല്ലാരും വിളിച്ചു, മഹാവിഷ്ണുവിനെ വിളിച്ചു, ബ്രഹ്മദേവനെ വിളിച്ചു, എല്ലാരും വിളിച്ചു. ഇത് യാഗം ഇവരോടൊക്കെ തുടങ്ങിക്കോളാൻ പറഞ്ഞു. മഹാവിഷ്ണു ഉണ്ടല്ലോ, വിഷ്ണുവിന്റെ സാന്നിധ്യത്തിൽ യാഗം തുടങ്ങി. ആ സമയത്ത് ദധീചി മഹർഷി അവിടെ വന്നിട്ട് പറഞ്ഞു, എവിടെ ശംഭു? ശംഭു വിളിക്കാതെ യാഗം പൂർണ്ണാവില്ല, ശിവനെ വിളിക്കൂ, ശിവനെയും സതിയെയും വിളിക്കണം, പോരാത്തിന് നിങ്ങളുടെ മരുമകനാണ്, നിങ്ങളുടെ മകളാണ്, ശിവനെ യജ്ഞഭാഗം കൊടുക്കണം, എന്നാൽ മാത്രമേ ഈ യാഗം പൂർണ്ണാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ ദക്ഷൻ ചീത്ത പറഞ്ഞത്, ശിവൻ ഇങ്ങോട്ട് വരാനുള്ള അധികാരമില്ല, യജ്ഞങ്ങളിൽ നിന്ന് ശിവനെ ഭ്രഷ്ടനാക്കണം, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചീത്ത കൂട്ടുകെട്ടാണ്, ഭൂതപ്രേത പിശാചുകളാണ് അയാളുടെ കൂട്ടുകാർ, ശ്മശാനവാസിയാണ്, ദേഹം മുഴുവൻ ഭസ്മം കുറിച്ച് നടക്കും. അപ്പോ മൃഗത്തിന്റെ തോലാണ് അണിഞ്ഞിരിക്കുന്നത്, അയാളെ ഒന്നും ഇങ്ങോട്ട് വിളിക്കണ്ട എന്ന് പറഞ്ഞു. ഇവിടെ മഹാന്മാരുണ്ടല്ലോ, വിഷ്ണുവൊക്കെ ഉണ്ട്, യാഗങ്ങൾ നടന്നു. അപ്പൊ ദധീചി മഹർഷി, ഇത് നിന്റെ നാശത്തിനാണ് ദക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ അങ്ങനെ ഒരു യാഗത്തിലേക്കാണ് ഈ രോഹിണി പോകുന്നത്, സതിയുടെ കൂട്ടുകാരി. അപ്പൊ ചോദിച്ചു, അപ്പൊ ദക്ഷിണയാഗം നടക്കുന്നുണ്ട്. അപ്പൊ സതീദേവി വിചാരിച്ചു, ഇത്ര പ്രിയപ്പെട്ട മകളെ എന്തുകൊണ്ട് അച്ഛൻ വിളിക്കാത്തത്, അച്ഛനെ വിളിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ശിവന്റെ അടുത്തേക്ക് മഹാദേവനോട് ചോദിക്കാം. ശിവന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ അച്ഛനൊരു യാഗം നടത്തുന്നുണ്ട്, നമുക്ക് പോണം, അങ്ങും എന്റെ കൂടെ വരണം. ശിവലി കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതിയോ? ശിവലി കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി. ഇങ്ങനെ ശിവനെ വിളിക്കരുത്, യജ്ഞഭാഗം ശിവന് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോ സതി പറഞ്ഞു, എന്തായാലും യാഗത്തിന് പോകണം, അങ്ങ് എന്റെ കൂടെ യാഗത്തിന് വരണം, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് ശിവൻ പറഞ്ഞു. ഞാൻ ക്ഷണിക്കപ്പെടാത്ത ഗ്രഹങ്ങളിൽ ചെല്ലരുത്, അത് യോഗ്യതയല്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ സതീദേവിയുടെ നിർബന്ധത്തിന് വേണ്ടി സതീദേവിയോട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ പോവാം, പക്ഷെ ഒരു കാര്യമുണ്ട്, ഭൂതഗണങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് വേണം പോവാൻ, തന്നെ പോരുതെന്ന് പറഞ്ഞു. അങ്ങനെ ശിവന്റെ ഭൂതഗണങ്ങളൊക്കെ ആയിട്ട് വലിയൊരു ആഘോഷമായിട്ടായി അവിടുത്തെ യാത്ര പോയി. അപ്പൊ അവിടെ ചെന്നപ്പോ സതീദേവിയുടെ അമ്മ അസിഗ്നയിലാണ്, അസിഗ്നയിലുണ്ടായ പുത്രിയാണ്, അവരും സഹോദരിയൊക്കെ സതീദേവിയെ ആദരിച്ചു തിരിച്ചുകൊണ്ടുപോയി.
ദക്ഷൻ ആദരിച്ചില്ല എന്ന് മാത്രമല്ല ശിവനെ അധിക്ഷേപിക്കുന്നൂടെ ചെയ്തു. അപ്പോ സന്ധ്യയിൽ വന്നൂത്രേ, ദേവന്മാരെ ഇങ്ങനെ അപമാനിക്കരുത്, പ്രത്യേകിച്ച് എന്റെ ഭർത്താവാണ് ശിവൻ, ലോകത്തിന് സംരക്ഷണം ചെയ്യുന്നവനാണ്, അങ്ങക്ക് മാത്രമേ ശിവനോട് ആദരവില്ലാത്തുള്ളൂ, ലോകത്തിലെ എല്ലാവരും ശിവനെ ഭജിക്കുന്നവരാണ്, അങ്ങ് ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞു. ദക്ഷൻ അതൊന്നും ചെയ്തുകൊണ്ടില്ല. നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പാർവതി ദേവി യാഗാഗ്നിയെ അടുത്തിരുന്ന് പറഞ്ഞോട്ടെ, എന്റെ ഭർത്താവിനെ അപമാനിച്ച അങ്ങയുടെ ഈ യാഗം മുടങ്ങും, എന്റെ ശരീരം ഞാൻ ഈ അഗ്നിയിൽ ആഹുതി ദഹിപ്പിക്കും, എന്നിട്ട് ശിവൻ ദേഷ്യം വന്നിട്ട് ഈ യാഗത്തെ മുടക്കും, അത് അങ്ങയുടെ നാശത്തിനായിരിക്കും എന്ന് പറഞ്ഞിട്ട് യാഗാഗ്നി അടുത്തിങ്ങനെ ഇരുന്നോട്ടെ. ഇരുന്ന് ഇന്ദ്രിയങ്ങളൊക്കെ അടക്കി, പ്രാണനെ അടക്കി വെച്ച് ശരീരത്തെ യാഗാഗ്നിയിൽ ഓടിച്ചു. അങ്ങനെ സതീദേവി പെട്ടെന്ന് ആത്മാഹുതി ചെയ്തപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഭയന്നു, ദേവന്മാരടക്കം. ശിവന്റെ പ്രിയപ്പെട്ട പത്നിയാണ്, ഇതറിഞ്ഞാൽ ശിവൻ കോപിക്കുന്ന എന്തായാലും അറിയാം. അപ്പൊ ശിവന്റെ ഭൂതഗണങ്ങളെ കൂടെ, ഈ ഭൂതഗണങ്ങളെല്ലാം കൂടെ അവിടെ യുദ്ധം നടന്നു ദേവന്മാരുമായിട്ട്. അങ്ങനെ ദേവന്മാരായിട്ട് യുദ്ധം നടന്നു. ആ സമയത്ത് ശുക്രാചാര്യര് അഗ്നിയിൽ നിന്ന് കുറെ അസുരന്മാരെ ഉണ്ടാക്കിയതാണ്. അസുരന്മാരെല്ലാം കൂടെ അപ്പൊ ശിവന്റെ മായയാൽ തന്നെ ആ യുദ്ധത്തിൽ ഈ ഭൂതഗണങ്ങൾ പരാജയപ്പെട്ടു. എന്നിട്ട് ഇത് തിരിച്ച് ശിവന്റെ അടുത്തേക്ക് വന്നു. ആ സമയത്ത് ആ യാഗശാലയിൽ ഒരു അശരീരി ഉണ്ടായിട്ടെ, ദക്ഷ, ഇത് നിന്റെ നാശത്തിനാണ്, ദക്ഷന് കൂട്ടുന്ന ദേവന്മാർക്ക് ഒരു ആപത്താണ്, നിങ്ങളുടെ യാഗം മുടങ്ങും, നിന്റെ മരണം അടുത്തിരിക്കുന്നു, അതുകൊണ്ട് ദേവന്മാരോടൊക്കെ അവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. കാരണം ദക്ഷനെ അനുകൂലിക്കരുത്, അയാൾ വലിയൊരു വിപത്താണ് ഉണ്ടാക്കിയത്. ശിവനെ അയാൾ ആദരിച്ചില്ല എന്ന് മാത്രമല്ല, ശിവനെ കുറെ നിന്ദിക്കുകയും കൂടെ ചെയ്തു. അതുകൊണ്ട് ചെയ്തത് തെറ്റാണ്, ദക്ഷാന്ന് നശിപ്പിക്കുകയെന്നാണ് കേട്ടത്. അപ്പോ ഈ ഗണങ്ങളൊക്കെ ഈ ഗണങ്ങളൊക്കെ അവിടെ വന്നപ്പോ ഗണങ്ങളൊക്കെ തിരിച്ച് ശിവന്റെ അടുത്ത് വന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. നാരദ മഹർഷി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ത്രികാലജ്ഞാനിയാണ്. ശിവനെല്ലാം മനസ്സിലാക്കിയപ്പോ ദേഷ്യം വന്നിട്ട് ശിവന്റെ രൗദ്രഭാവം, സതീദേവി നഷ്ടപ്പെട്ടു. ആ രൗദ്രഭാവത്തില് ശിവന്റെ ജട എടുത്ത് താഴോട്ട് എറിഞ്ഞു. ആ സമയത്ത് വീരഭദ്രൻ ഉണ്ടായി. അങ്ങനെ വീരഭദ്രനും ഭൂതഗണങ്ങളെല്ലാം കൂടെ വീണ്ടും യാഗശാലയ്ക്ക് വരെ ദക്ഷൻ യുദ്ധം ചെയ്യാനായിട്ട്. ആ സമയത്ത് ദക്ഷൻ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. ഭഗവാന്റെ കാൽക്കൽ വീണു. ഭക്തപ്രിയനാണ്, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഭഗവാന്റെ കാൽക്കൽ വീണപ്പോ ശിവൻ പറഞ്ഞു, വീരഭദ്രനോട് എന്നോട് യുദ്ധം ചെയ്യണം, എന്നാൽ മാത്രമേ ദക്ഷിണ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പറഞ്ഞു, അങ്ങ് ചെയ്യുന്നത് തെറ്റാണ്, കാരണം അങ്ങ് ശിവനെ നിന്ദിച്ച ആളാണ്, അതുകൊണ്ട് ഇയാളെ സംരക്ഷിക്കാൻ പറഞ്ഞപ്പോ ഭക്ത സംരക്ഷണമാണ് എന്റെ ജോലി, എന്റെ കാലത്തിൽ അഭയം പ്രാപിച്ചവരെ ഞാൻ സഹായിക്കുന്നു, പക്ഷെ നീ എന്നോട് യുദ്ധം ചെയ്തു. പക്ഷെ ഭഗവാൻ അറിയാം ആ യുദ്ധത്തിൽ തോൽക്കുന്നു, കാരണം ശിവന്റെ മായ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ ഈ വീരഭദ്രൻ വിഷ്ണുവായിട്ട് യുദ്ധം ചെയ്തു. ദേവന്മാരെല്ലാവരും യുദ്ധം ചെയ്തു. ഘോരമായിട്ട് യുദ്ധം നടന്നു. ആ സമയത്ത് കുറെ ദുർനിമിത്തങ്ങൾ ഉണ്ടായി. യാഗശാലയ്ക്ക് തീ പിടിച്ചു, പേമാരി പെയ്തു, വെള്ളം കൊണ്ട് പ്രളയം വന്നു എന്നൊക്കെയാണ്. അങ്ങനെ ആ സമയത്ത് വീരഭദ്രൻ തന്റെ വാളുകൊണ്ട് ദക്ഷന്റെ ശിരസ് ഛേദിച്ചിട്ട് അഗ്നിയിൽ മോചിച്ചു. അതാണ് ദക്ഷന്റെ യാഗം അങ്ങനെ മുടങ്ങി. പിന്നെ ദക്ഷന് അജമുഖം, ആടിന്റെ മുഖം ഭഗവാൻ ദക്ഷൻ പശ്ചാത്തപിക്കുന്നുണ്ട്. എന്നിട്ട് ആടിന്റെ മുഖം കൊടുത്തിട്ട് യാഗമൊക്കെ വീണ്ടും നടന്നു. അങ്ങനെയൊക്കെ ഒരു കഥ. യാഗം വീണ്ടും നടന്നു. ദക്ഷനും ശിവനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശിവന് യജ്ഞഭാഗം നൽകിക്കൊണ്ട് നല്ല സന്തോഷത്തോടുകൂടി യാഗം വീണ്ടും നടത്തി. കാരണം യാഗം നടത്തിയില്ലെങ്കിൽ അത് ദേവന്മാർക്കും ദോഷമാണ്. യാഗത്തെ സംരക്ഷിക്കലാണ് മഹാവിഷ്ണുവിനൊക്കെ ജോലി. അപ്പൊ ഇതാണ് ദക്ഷയാഗത്തിന്റെ ഒരു കഥ.
അപ്പോ ആ പരബ്രഹ്മമായിട്ടുള്ള മഹാശിവന്റെ മാഹാത്മ്യമൊന്നും നമുക്ക് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടോ ഒന്നും തീരില്ല. നിർവാണാഷ്ടകം എന്താ പറയുന്നത് അറിയില്ലേ? മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം ന കർണം ന ജിഹ്വാ ന ഘ്രാണേ ച നേത്രേ ന ചോ വ്യോമ ഭൂമിർ ന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഈ മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതൊന്നും അല്ല ഞാൻ. കർണം അല്ല ഞാൻ. ന കർണം ന ജിഹ്വ നാക്കല്ല ഞാൻ. ന ച ഘ്രാണ നേത്രേ ചെവിയല്ല, കണ്ണുകളല്ല. ന ച വ്യോമ ഭൂമിർ ആകാശമല്ല, ഭൂമിയല്ല. തേജസ്സല്ല, അഗ്നിയല്ല, വായുവല്ല. ഇതൊന്നും അല്ല ഞാൻ. ഞാൻ എന്താണ്? ശിവോഹം. അഹം ശിവഹ. ഞാൻ ശിവനാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ പരമാനന്ദ സ്വരൂപനാണ് ഞാൻ. അങ്ങനെയുള്ള ആ പരബ്രഹ്മമാണ് ഈ ലോകത്ത് വിളങ്ങുന്നത്. ലോകത്തെ മുഴുവൻ സംരക്ഷിക്കുന്നത് ആ പരബ്രഹ്മമാണ്. ആ ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. ആ ഒരു രൂപത്തിലാണ് ഭഗവാനോടുള്ള ധ്യാനങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇത് തന്നെ സൗന്ദര്യലഹരിയില് ഈ ശക്തി എങ്ങനെയാണ് ഭഗവാൻ ശങ്കരാചാര്യ പറയുന്നത്? ശിവശക്തിയായിട്ടോ യതി ഭവതി ശക്ത പ്രഭവിതും നചേദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമപി. ശക്തിയോടുകൂടെ നിൽക്കുന്ന ശിവൻ ശക്തനാണ്. അതായത് പ്രഭവിതും സൃഷ്ടികർമ്മങ്ങളൊക്കെ ചെയ്യാൻ ശക്തിയുള്ളവനാണ്. പക്ഷെ നചേദേവം അങ്ങനെ അല്ലെങ്കിൽ ഇളകാൻ പോലും ഭഗവാന് സാധിക്കില്ല. സ്പന്ദിതുമപി എന്നാണ് പറയുന്നത്. അപ്പോ ആ ദേവിയുടെ കൂടെ ശക്തിസ്വരൂപിണിയായിട്ട് നിൽക്കുന്ന ഭഗവാൻ, പാർവതിയോടുകൂടെ നിൽക്കുന്ന ഭഗവാനാണ് ശക്തി. അങ്ങനെയുള്ള ആ ക്ഷേത്രങ്ങളിൽ നമ്മൾ ദർശനം നടത്തി ഭഗവാനെ ഭജിക്കുകയൊക്കെ ചെയ്താലാണ് നമുക്ക് മോക്ഷത്തിലേക്ക് നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. ഈ ഭഗവാന്റെ സ്മരണയിലൂടെ നമ്മൾ മുമ്പോട്ട് പോകണം. എന്താണ് ഭാഗവത അവസാനം പറയുന്നത്? ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോയത പ്രഭോ. എത്ര ജന്മങ്ങൾ ഉണ്ടായാലും അങ്ങയുടെ കാലുകളിലെ ഭക്തി ഇങ്ങനെ വർദ്ധിച്ചു വരട്ടെ. ആരുടെ നാമസങ്കീർത്തനങ്ങളാണോ എന്റെ ദുഃഖങ്ങളെ ഇല്ലാതെയാക്കുന്നത്? അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ടുള്ള നമസ്കാരം. അങ്ങാണ് ഞങ്ങളുടെ നാഥൻ. ബുദ്ധപരികൃഷ്ണോട് എന്താ പറഞ്ഞത്? നമോസ്തുതേ മഹായോഗി പ്രപന്ന മനുഷാധിമാ യഥാചരണാംഭോജേസ്യാദനപായി. മഹായോഗിയായിട്ടുള്ള അങ്ങയുടെ നമസ്കാരം, അങ്ങയുടെ പാദങ്ങളുടെ ഭക്തി ഇങ്ങനെ വർദ്ധിച്ചു വരട്ടെ എന്നാണ് ഉദ്ധവൻ. അപ്പോ ഭഗവാന്റെ ഭക്തി നിങ്ങളിലൊക്കെ ഉണ്ടാവേ മോക്ഷത്തിലേക്ക് നടന്നു നീങ്ങാൻ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ നാമസങ്കീർത്തനങ്ങളെ സദാസമയം നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ മുഖത്തുകളെ സ്ഫുരിക്കട്ടെ. ഈ നാമസങ്കീർത്തനങ്ങളാണ് നമ്മുടെ രക്ഷ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സത്സംഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ.